Want to start? Or shall I start? Okay, sir. Can you hear me, sir? Yes, I can hear you. Okay, Can you hear me? okay. Hi all, good morning and welcome to AFSCON PRO first webinar meeting. ഇന്നത്തെ ഈ മീറ്റിംഗില് ഇതിന്റെ ചീഫായിട്ടുള്ള ദിലീപ് സാറ് നിങ്ങളെടുത്ത് തുടക്കത്തില് കുറച്ച് കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് തരും. ഈ AFSCON PRO എന്താണ്, അതിന്റെ ഉദ്ദേശങ്ങളും കാര്യങ്ങളും. അത് ആൾ ഇംഗ്ലീഷിൽ സംസാരിക്കും. ആള് അതൊരു 10-15 മിനിറ്റ് കൊണ്ട് ആളത് ബ്രീഫ് ചെയ്ത് തന്നതിന് ശേഷം നമ്മൾക്ക് കുറച്ച് ഇത് മലയാളത്തിലേക്ക് ഓരോ പോയിന്റ് ബൈ പോയിന്റ് അല്ലെങ്കിൽ സൈഡ് ബൈ സ്ലൈഡ് ആയിട്ട് ഞാൻ പിന്നീട് അതിന്റെ പിന്നാലെ ഞാൻ അത് പറഞ്ഞു തരാം, മനസ്സിലാക്കി തരാം. പിന്നെ അവസാനം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ററാക്ഷന് സമയം ഉണ്ടാവും. അവസാനം ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ദൂരീകരിക്കാനും ക്ലാരിഫിക്കേഷനും ഉള്ള അവസരം ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ ആരും സംശയങ്ങൾ ചോദിക്കരുത്. നമുക്കിത് എന്താ പറയാ, വളരെ സ്മൂത്ത് ആയിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അതിന്റെ ഇടയിൽ വരുന്ന സംശയങ്ങളൊക്കെ ചോദിച്ചാൽ. ഞാൻ ആദ്യം ദിലീപ് സാറിന് പരിചയമില്ലാത്തൊരു ഇതിലുണ്ടാവും. അപ്പൊ ആദ്യം ഞാൻ സാറിനൊന്ന് പരിചയപ്പെടുത്താം. ദിലീപ് സാറ് ആണ് ഈ AFSCON PROയുടെ ഉപജ്ഞാതാവ് എന്ന് പറയാം. ഇന്ത്യയിലെ ഫിറ്റ്നസ് രംഗത്ത് ഇങ്ങനൊരു കൂട്ടായ്മ ആദ്യമായിട്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അന്തർദേശീയ കായിക താരമായിരുന്നു. ഇന്റർനാഷണൽ അത്ലറ്റ് ആയിരുന്നു. ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസ് 1974 ഇന്ത്യയെ പ്രതികരിച്ച് ആ ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് ഫിഗർ ആയിരുന്നു അദ്ദേഹം IPS ഓഫീസർ ആയിരുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. 6-7 വർഷം IPS ജോലി ചെയ്തുകൊണ്ട് ഒരു സ്പോർട്സ്മാന് IPS-മായി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടും ഫിറ്റ്നസ് ലോകത്തുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ വളരെയധികം എന്താ പറയാ സ്റ്റഡി ചെയ്യുകയും അതിൻ്റെ ഒപ്പം നിൽക്കുവാനും ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ ജോലി രാജിവെച്ച് ഗായോ ഫിറ്റ്നസ് അക്കാദമി എന്ന് പറഞ്ഞ ഒരു അക്കാദമി ബോംബെയിൽ ഒരു 25 വർഷം മുമ്പ് രൂപം കൊടുത്തത്. അത് ഇന്ന് ഒരുപാട് അന്തർദേശീയ അക്രഡിറ്റേഷൻസ് ഉള്ള ഒരു അക്കാദമി മാത്രമല്ല, ഇന്നതൊരു റിസർച്ച് സെന്റർ കൂടി, ഒരു ഗായോ ഫിറ്റ്നസ് അക്കാദമി റിസർച്ച് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രൂപം പ്രാപിച്ചു. അതിന്റെ മാനേജിംഗ് ഡയറക്ടറും CEO ഒക്കെ ആണ് അദ്ദേഹം. ഈ AFSCON PROയുടെ ചെയർമാനും ഒക്കെയാണ് അദ്ദേഹം. ഇത്രയാണ് അദ്ദേഹത്തെ കുറിച്ച് വളരെ ചുരുക്കി പറയാനുള്ള. വേറെ കുറെ കാര്യങ്ങളുണ്ട്, നമുക്കത് അതിനുള്ള സമയമില്ല. ദയവ് ചെയ്ത് ആരും ഇതിലിങ്ങനെ മാർക്കിംഗ് ചെയ്യരുത്, ദയവ് ചെയ്ത് ആവശ്യമില്ലാതെ. പിന്നെ ഞാൻ VM ബഷീർ, കുറെ പേർക്ക് എന്നെ അറിയാം, ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സാറിന്റെ കൂടെ റെയിൽവേന്ന് വിരമിച്ചതിന് ശേഷം ഗായോ ഫിറ്റ്നസ് അക്കാദമിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. സാറിന്റെ ഒപ്പം തന്നെ, സാറിന് പണ്ടേ എനിക്കറിയാം, 10-15 വർഷം മുമ്പ് തന്നെ സാറായിട്ട് അടുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ, എല്ലാവരോടും പറയാനുള്ളത് എപ്പോഴും ഒരു കണ്ണ് നിങ്ങളുടെ ഈ ഓഡിയോന്റെ സൈഡിലേക്ക് ഉണ്ടാവണം. ഓഡിയോ മ്യൂട്ട് അല്ലേന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം. അറിയാതെ ചിലപ്പോൾ അൺമ്യൂട്ട് ആകും, ഭയങ്കര ഡിസ്റ്റർബൻസ്. ഇപ്പൊ നിങ്ങൾക്ക് അല്ലാത്തവർക്ക് തന്നെ കേൾക്കുമ്പോൾ ഈ മീറ്റിംഗിൽ അത് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലൊരു കരുതൽ എപ്പോഴും വേണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടപെടേണ്ടി വരും. നമ്മുടെ ആ ഡിസ്കഷൻസിന്റെ ഫ്ലോ നഷ്ടപ്പെടും, സമയം ഒരുപാട് വേസ്റ്റ് ആവും. നിങ്ങൾക്കും നമ്മൾക്കൊക്കെ സമയം വിലപ്പെട്ടതാണ്. നമ്മൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് പറയാനുള്ളതെല്ലാം അവതരിപ്പിക്കാനുള്ളത് അവതരിപ്പിച്ച് നമുക്കിത് കൺക്ലൂഡ് ചെയ്യണം ഉച്ചയ്ക്ക് മുന്നോടിയായിട്ട് തന്നെ. ഓക്കെ, എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഓവർ ടു സാർ. Okay. You want to start? Put the next slide. The main slide. Yeah, take it up. Okay. Shall I start? Yes, sir. Okay. ദയവ് ചെയ്ത് മറ്റുള്ളവരോട് ഒന്ന് ശ്രദ്ധിക്കും പ്ലീസ്. സൂബിൽ ആദ്യമായിട്ട് കയറുന്നവർക്ക് ചിലപ്പോൾ അത്ര ഒരു കരുതൽ ഉണ്ടാവില്ല. കാരണം ഒന്ന് ശ്രദ്ധിക്കും, മ്യൂട്ട് അല്ലേ എന്നുള്ളത്. Or you have to move them. You have to move. Okay. I think in the previous slide, Basheer has already explained. Anyway, good morning all. And there are ladies and there are gentlemen all here. And basically all welcome to all the fitness professionals. We are all from the same family, the same community of fitness. Some of you may be from Gaio Fitness Academy, some of you from other academies, no problem. We are all together
We have the same common likes and dislikes. We all love fitness, therefore we are here. Okay. Probably I'm not sure whether Basheer sir explained this to you earlier, but I must tell you the reason why we started this association in 2018. Actually, the origin of this association was in 2018, and finally on 1st of September. Next slide. Basheer, the next slide. Yeah, okay. But before that, I will come to the main reason why we are here. See, today many of you in Kerala or in Punjab, people are looking for jobs in Middle East, UAE. Students in Punjab, they are interested only in Australia. They are not interested in Dubai or England and all that. They are interested in South America. It's very interesting. A lot of Punjabis from Punjab want to go to Australia. If that does not happen, they want to go to South America. In countries which are not really popular today here in Mumbai or Kerala, many of us do not know there are countries called Paraguay, Uruguay, Chile. But for them, it is very important. So it's a very common thing to see certain people from certain state want to go to Middle East, some want to go to Australia, some people from Goa love to go to Canada and your England and so on and so forth. But remember one thing, whether you are in India or outside India, you are going to make a very successful career in fitness. Now, why is that possible, particularly in India, is our population as on May 2022, every day we are adding people to our population. We had already crossed 140 crores. In another 20 years, I think we will overtake China as the biggest country in the world. Okay. Why fitness is a fantastic career is because people in the age of 15 to 64, people in the age of 15 to 64 are 68%, 67% of our total population of 142 crores now. Since May, our population has gone up. And out of these, 35% is in big cities like Mumbai, Trivandrum, Calicut, Thrissur, and so on. And 65% are in small towns or rural areas. So whatever, just keep one thing in mind that today fitness as a career in India probably is more successful than anywhere else. Now, I'm not here to tell you where to work. It's for you people to decide where you want to work. But given the potential of fitness as a career, therefore, there are a lot of other difficulties that come up with the career in fitness. We'll go to that. I think, Basheer, I will speak 3 slides and you can translate. Okay? Okay. Next slide. Now, to develop, you have the big market. You have a huge market for fitness in India. We are sitting in India, so I will talk about India. To develop a career, all of you know, you have to have a good certificate. Now, the certificate could be any good academy, not necessarily gayofitness. They are only one of the many who are there in the country. We can also do online courses from ACSM, ISSA, and so on. In fact, we ourselves were involved with ISSA for 20 years. Then when, last August, in 2021 August, I discontinued the partnership after 20 years. So I remember doing ISSA courses in Thrissur, in Kakanad, many years ago, in 2008, 2010, 2014, 2015. So in India, to develop a fitness course, you must do a fitness career. Sorry, to develop a fitness career, you need to have need to have good knowledge, and that knowledge can come through different types of courses. You could do ACSM, ISSA, NASM, NASC. This should be NSCA. Now, all the American courses are normally known as level 2. They are not level 3 or level 4. But there is a lot of confusion about level 3 and level 4. EREPS is level 4. UA reps talks in terms of category A. They are not even talking of level 3, 4, 5. They use the word category. They do not use the word level. IC reps talks in terms of level 3, which is level 4 in EREPS. So, is that important? Not really. It is not that important. What is more important are 3 things. You need to have the correct professional knowledge. Secondly, you need to have guidance, somebody who is experienced
can guide you, right? And thirdly, in English, we call it hand holding. As you start your career, somebody should be there to help you go ahead. None of the courses, yes, probably we do a little bit in our course, but none of the courses really teach you, for example, how to train a breast cancer patient. A woman who has undergone breast surgery, mastectomy, how will you train her? No encyclopedia, no person in the book actually mentions it. So who can guide you there? People who have the experience, right? So keeping that in mind, in 2018, and then finally on 1st of September 2019, we launched our Alumni Association. Alumni means ex-students of our academy. So 1st of September, we had a grand ceremony in Thrissur in 2019, and we started this. That time, nobody thought that COVID is going to come. In 2019 September, we never thought, yes, at the back of my mind, I heard there was some big thing going on in China in September, October, November, December. It's only in the month of March 2020 that we came to know what that COVID was. So to summarize the thing, on the one hand, you have fantastic career opportunities in India and outside. But to develop that career, you need to have a good professional knowledge. And that professional knowledge can come through different types of academies. In India, for example, you have Gold Gym University, which ultimately was known as Gold Gym Institute. Then I'm sorry, these words are combined. K11, IBIS in Thrissur, IFSA, combined twice again. Fitness Sciences and Sport Association in Delhi, Classic Fitness. There are so many academies. So many academies. Which course you do, that is for you to decide. What is your budget? What is the thing you want to specialize in? What kind of a career you want to have in fitness? Remember, there are different types of careers in fitness. It is not just personal training. So what happened during COVID was that a lot of people who were not our students would come to me and ask for questions. So that is how we decided, talking to Basheer sir and some other senior fitness professionals from Assam, Kolkata, Delhi, Punjab, Mumbai, and we decided to start an association only for our students. Now, we had just started in September 2019. We were planning to do all our activities in 2020 when COVID came. Next slide, Basheer. Now, this is the main thing. Why did we start this association? Because except in our case, all other academies were giving you good knowledge, but there was no post-certificate guidance. After you get the certificate, then what do we do? How do you design a visiting card? Should you open a current account or a savings account? How kind of legal agreements can you do? How to prepare for interviews? So those are the things that we thought we will do through our association. And once you do the course, see, in Europe particularly and in America, you have to keep renewing your certificates. In India, there is no compulsory, it is not compulsory. Even our Mumbai University certificate is not renewable, like the British certificate. But in Britain, in England and Europe, you must have continuing education units. That is advancement of professional skills. So we found, except our academy, probably from 2000 to 2019, very few international events are being organized. So then that is why we decided that we need to have an association which can show you how to progress after getting certification. As I said, there is no post-certification guidance how to develop a career. There were no provisions for continuing education units, very few international events, and there's nothing to introduce Indian formats of exercise. See, all of us, including me, we are all doing what is Western fitness science telling us, weight training, for example. All the principles of anatomy, physiology, all that is based on Western fitness science, medical science. But what about Indian fitness science? Now, for example, Kalaripaita is fantastic from Kerala. Can we use it in a fitness form? There are people who are doing it in India. Maharashtra is famous for a folk dance called Lezim, L-E-Z-I-M. We are trying to develop that into a group exercise form. So there are so many Indian things which we can combine with the Western ideas of fitness. But for that, you require a lot of money, and not more than money, you need a lot of people to come together and work together. Also, we found there are no provisions for welfare of the fitness professional.
is the fitness professional that for you, all of us who are certified, or even if you're not certified, if you're working as a fitness trainer, you're a fitness professional. Are you insured for accidents and medical expenses? 99% answer is no. You are not insured. No one, your employer does not insure you. Your certification agency does not insure you. Then who is going to insure? Are you doing it yourself? No, we are not doing it. In the old days, from 2007 to 2012, for 5 years, we were insuring our students through Bajaj Allianz. So that was at the back of my mind. Parminder Singh, I'm giving the name, in 2010, 12 years ago, Parminder Singh, one of our senior trainers from Ludhiana in Punjab, met with a motorcycle accident. And because of our insurance policy, he got 78,000 rupees for hospital expenses and loss of income. So this is what was always at the back of my mind, that if we have an association, which is no profit, it is not profit for me. In fact, it is all financial loss for me at this point of time. It is going to be separate from our academy. It has got, this AFSCON PRO has got nothing to do with Gayofitness Academy, except that the idea is mine, because we were doing it successfully before. If one fitness trainer in Ludhiana in Punjab can get 78,000 rupees from an insurance company, imagine how many others could have benefited from that. Also, in Europe, UAE reps, I do not know, I'm not very sure of that. But in European Register of Exercise Professionals, if you go to work in Europe, or if you go to work in England, SIMSPA, EREPS is a partner of both. First thing they'll ask you is your certificate and your qualification certificate. So you show the EREPS levels 4 certificate, then you show the Mumbai University's certificate, and then they'll ask you, what about your insurance? What about your insurance? So when our students went to Europe and England in 2018, 2019, they said, sir, they are asking us for insurance. So that was the other thing that we had to think about. So it is not only the fitness professional, like for example, I'm the personal trainer. I have a motorcycle accident. I'm in the hospital for 20 days. Insurance company will pay for the expenses of the medical treatment and also loss of income. Because I'm sitting in the hospital, I'm not able to work. I lost my personal clients. I'm losing income. So insurance company will pay you up to maximum of 1,000 rupees per day for 1 month. Think of this interesting thing. Nobody else thinks of it. I mean, no other gym owner will think of it. No other company will think of it. But we, all of us together as fitness trainers, we have to come together and think how we can insure ourselves. And more important is this third party liability. If you are having a vehicle, a motorcycle or a car, if your car is insured, it is insured not only for the driver who is driving the car, but also the passenger. The passenger becomes a third party. So suppose now I am training you in a gym, and for some reason you get injured. The client gets injured. So can my insurance policy protect that client? Answer is yes. When you know that you are fully certified, you got first aid and CPR certificate, and that you yourself and the client all are insured, you become more safe. You're able to train your client more efficiently. Now, suppose I'm a trainer, I'm going on a motorcycle and I have a major accident. I lose one arm. If I lose my arm, I cannot continue to be a fitness trainer. So are you insured for partial or total disability? Insurance company can look after that. And as I mentioned earlier, insurance is compulsory for fitness professionals in Europe, UK, and USA, etc. UAE also probably is going to be there, because but you'll have to check up. Those who want to go to your UAE reps can check up in UAE. Australian reps insists on insurance. So these were the things that we had to keep in mind. And then once COVID started, not only our students, but other people started asking me more questions. Why are people asking me questions? Because I'm in business fitness for the last 42 years or 45 years. Plus my old IPS background, plus I had my legal lawyer background. So a lot of students from across India would keep asking me questions. So I said, why not invite them into the family of our association? Basheer sir, you want to explain these 3 slides? Okay, sir. Okay. Yeah.
I think, Basheer sir, 1 minute. You can mute everybody unless you except the one who's talking. There's a reason for it. See, we are having licenses for 500 people, so the bandwidth becomes very weak if the mic is on. So tell them to keep their mic off. Only when they talk they can start mic. Basheer sir, co-host പോയിട്ടുണ്ട്, ഒന്ന് റീസെറ്റ് ചെയ്യൂ. അതുകൊണ്ട് എനിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. AFSCON PRO ഇതാണ് ഈ കായിക രംഗത്തുള്ളവരുടെ അല്ലെങ്കിൽ സ്പോർട്സ് ഫിറ്റ്നസ് രംഗത്തുള്ളവരുടെ ഓൾ ഇന്ത്യ ലെവലിലുള്ള സംഘടനയുടെ പേര്. അതിന്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ്: അസോസിയേഷൻ ഓഫ് ഫിറ്റ്നസ്, സ്പോർട്സ്, കണ്ടീഷനിങ്, ന്യൂട്രീഷൻ ആൻഡ് അലീഡ് പ്രൊഫഷണൽസ് ഇൻ ഇന്ത്യ. കായിക രംഗത്തുള്ള എല്ലാവർക്കും ഇൻക്ലൂഡിങ് ന്യൂട്രീഷനിസ്റ്റ്, ഡയറ്റീഷ്യൻ, അവർക്ക് എല്ലാവർക്കും ഒത്തുചേരാവുന്ന ഒരു കൂട്ടായ്മ, അതാണ് AFSCON. ഇതിന്റെ ഉത്ഭവം സാറ് പറഞ്ഞു 2018 തുടക്കം കുറിച്ചതാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഈ അസോസിയേഷന്. 2019 അതിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വലിയൊരു മീറ്റിംഗ്, ഫിസിക്കൽ മീറ്റിംഗ്, നേരിട്ടുള്ള ഫേസ് ടു മീറ്റിംഗ് തൃശ്ശൂരിൽ നടന്നു. വളരെ എന്താ പറയാ, എല്ലാവരുടെയും നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് തുടക്കം കുറിക്കുമ്പോൾ ആ സമയത്ത് ഇത് ഗായോ ഫിറ്റ്നസ് അക്കാദമിയുടെ ട്രെയിനേഴ്സ് മാത്രം ഉൾപ്പെടുന്ന ഒരു അസോസിയേഷൻ ആയിരുന്നു. പിന്നീട് 2019-20 മുതൽ ഇത് മറ്റുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസും സ്പോർട്സ് രംഗത്തുള്ളവർക്കൊക്കെ ഉള്ള ആക്സസ് ആക്കി തീർത്തു. കാരണം അതിന് ഒരുപാട് സാധ്യതകളും ഒരുപാട് പ്രാധാന്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ചെയ്തത്. ഇങ്ങനൊരു അസോസിയേഷൻ രൂപം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് ഒരു സംശയം തോന്നാം. ഇവിടെ നിലവിൽ എന്താ പറയാ, ഒരുപാട് അസോസിയേഷൻസ് 2, 3, 4 ഒരേ സ്വഭാവമുള്ള പലതും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്. 5, 6 വരെ ഒരേ ഡിസിപ്ലിനിൽ, ഒരേ എന്താ പറയാ ഡിസിപ്ലിനിൽ അല്ലെങ്കിൽ ഇവന്റിൽ പല അസോസിയേഷൻ. അതിലേക്ക് ഒരെണ്ണം കൂടി എന്ന രീതിയിൽ ചിലർക്ക് ചിന്തിച്ചു. ഒരിക്കലുമല്ല. ഒരു നിലയ്ക്കും ഇതിനെ താരതമ്യം ചെയ്യാനോ കമ്പയർ ചെയ്യാനോ പറ്റില്ല. കാരണം ഇതിന്റെ കൺസെപ്റ്റ് വേറെയാണ്, ഇതിന്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ വേറെയാണ്, ഇതിന്റെ പ്രവർത്തന രീതി എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു നിലയ്ക്കും നിലവിലുള്ള ഒരു അസോസിയേഷൻസുമായിട്ടും ഇതിനൊരു താരതമ്യത്തിനുള്ള സാധ്യതയില്ല, അതിനുള്ളൊരു അവസരമില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ പറയുന്നവർക്ക് പറയാമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അത് നമ്മൾ വകവെക്കേണ്ട കാര്യമില്ല. ഈ സൈഡിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, ഒരുപക്ഷെ സാറ് IPS ഉദ്യോഗമൊക്കെ രാജിവെച്ച് ഇതിലേക്ക് വരാനുള്ള പ്രധാന ഒരു പൊട്ടൻഷ്യൽ ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കും. അതായത് ലോകത്ത് പല രാജ്യങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നമുക്ക് മുന്നിലുള്ളത് ഇപ്പൊ ചൈന മാത്രമാണ്. ഒരു സമീപ ഭാവിയിൽ നമ്മൾ ചൈനയെയും മറികടക്കും എന്നാണ് പറയപ്പെടുന്നത്. അധികം വൈകാതെ തന്നെ ചൈനയെ നമ്മൾ മറികടക്കുന്ന പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും വെച്ചിട്ട് ഇന്ത്യയിലെ പോപ്പുലേഷൻ എടുക്കുമ്പോൾ 140 കോടി, 140 മേലുണ്ട്. ചില റീസെന്റ് റിപ്പോർട്ടൊക്കെ പറഞ്ഞ് 145 കോടി വരെ നമ്മൾ എത്താറായിട്ടുണ്ടെന്നാ പറഞ്ഞത് ഇന്ത്യയിൽ. അപ്പൊ വളരെ എന്താ പറയുക വേഗത്തിൽ തന്നെ ഇപ്പോഴും നമ്മളുടെ എന്താ പറയാ പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ യെല്ലോ ടിൻഡ് ഇട്ട് മാർക്ക് ചെയ്തിട്ടുള്ള 15 വയസ്സ് മുതൽ 64 വയസ്സ് വരെ ഉള്ള ആളുകൾ, ആ ഒരു കാറ്റഗറി ആണ് ഇന്ത്യയുടെ അസറ്റ് എന്ന് പറയുന്നത്. 15 മുതൽ 64 വയസ്സ് വരെയുള്ള ആളുകളാണ് 67% പോപ്പുലേഷൻ ഇന്ത്യയിൽ. ചൈന നമ്മുടെ മുന്നിൽ നമ്മളെക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണെങ്കിൽ പോലും ചൈന നേരെ മറിച്ചാണ്. ചൈന വാർദ്ധക്യമുള്ള ആളുകളാണ് ഈ 60% വരും. കൂടുതൽ വാർദ്ധക്യമുള്ള രാജ്യമാണ് ചൈന യങ്സ്റ്റേഴ്സിനെ അപേക്ഷിച്ച്. എന്നാൽ ഇവിടെ ഇന്ത്യ യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ. ഏകദേശം 140 കോടിയിൽ 90 കോടിയോളം ആളുകൾ ഈ 15 വയസ്സിനും 64 വയസ്സിനും ഇടയിലുള്ളവരാണ്. ഫിറ്റ്നസ് ആവശ്യമുള്ളവരും ഈ കാറ്റഗറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഫിറ്റ്നസ് സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ജിംനേഷ്യങ്ങളും ഉള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രായക്കാരാണ് കൂടുതൽ വരുന്നത്. ഇവിടെയാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ മാർക്കറ്റ് കാണുന്നത് ഉള്ളത്. ഇത് വേണ്ട രീതിയിൽ ഇന്ത്യയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇതിന് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് തൊഴിലവസരങ്ങൾക്ക്, പ്രൊഫഷണലായ ആളുകൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഇന്ന് ഫിറ്റ്നസ് രംഗം പണ്ടത്തെ പോലെയല്ല. പണ്ട് ഏതെങ്കിലും ഒരു എന്താ പറയാ കോമ്പറ്റീഷനിൽ പങ്കെടുത്താൽ അവർക്ക് ട്രെയിനർ ആവാനുള്ള യോഗ്യതയായിട്ട് കണക്കാക്കിയിരുന്നു. അല്ലെങ്കിൽ കുറച്ച് നാൾ ജിമ്മിൽ പോയി കുറച്ച് ഷോ ഓഫ് മസിൽ ഉണ്ടായി കഴിഞ്ഞാൽ, ശരീരഘടന ഉണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് ട്രെയിനർ. ഇന്നത് നടക്കില്ല. ഇന്ന് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ആകം അടിമുടി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ റീസെന്റ് ഒട്ടുമിക്ക രാജ്യങ്ങളിലും, ഇന്ത്യ അടക്കമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ജോലി ആവശ്യമുണ്ടോ സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് ഇന്ന് ഗായോ ഒക്കെ 10-20 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 25 കൊല്ലം മുന്നേ ഗായോ ഇന്ത്യയില് ബോംബെയില് നിന്ന് എന്താ പറയുക തുടക്കം കുറിച്ചപ്പോ ആ സമയത്തൊക്കെ വളരെ കുറച്ച് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡേഴ്സ് ഉള്ളു, കോഴ്സ് പ്രൊവൈഡേഴ്സ് ഉള്ളു. ഇന്ന് ഇഷ്ടം പോലെ. അതുകൊണ്ട് തന്നെ അതിന്റെ മേന്മകളെ കുറിച്ചും പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നു. ഗായോ ഒരുപക്ഷെ ഗായോ അക്രഡിറ്റേഷൻ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ള. ലോകത്ത് ഒരുപാട് 2-2.5-3 ലക്ഷം ആളുകൾ ആണ് ലോകത്തുള്ളത്. ഇന്ത്യയിൽ തന്നെ 10-20,000 ആൾക്കാർ ഗായോ കൂടെ ISL. അപ്പൊ വിവിധ തരത്തിലുള്ള സാർവന K11 അങ്ങനെ കുറെ എന്താ പറയാ അക്കാദമീസ് ഉണ്ട്. ഒരുപാട് അതുമായി ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഈ റെപ്സ് ഒക്കെ വരുന്നതിന് മുന്നേ അമേരിക്കൻ സർട്ടിഫിക്കേഷൻസ് ആണ് ഏറ്റവും പോപ്പുലർ ആയിരുന്നത്. ACSM, NASM, ISSA, NSC ഇങ്ങനെയുള്ള ഒരുപാട് സർട്ടിഫിക്കേഷൻ പോപ്പുലർ. പക്ഷെ റെപ്സിന്റെ ഒക്കെ ആഗമനത്തോടു കൂടി ഇത് പുറകോട്ട് പോയി. കാരണം ഇന്ന് ഇതെല്ലാം തന്നെ സെൽഫ് സ്റ്റഡിയാണ്. അപ്പൊ അത് ലെവൽ 2 കാറ്റഗറിയിലേക്ക് വന്നപ്പോൾ അതിന്റെ പ്രാധാന്യം പല രാജ്യങ്ങളിലും കുറഞ്ഞു. ഓഫ്കോഴ്സ് അമേരിക്കയിലും അതുപോലുള്ള വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇപ്പോഴും അതിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും ഓൾ ഓവർ ദി വേൾഡ് അതിന് പ്രാധാന്യം കുറഞ്ഞു. റെപ്സിനും റെപ്സിനൊക്കെയാണ് ചില രാജ്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം വന്നത്. അപ്പൊ ഏത് അക്കാദമി ആവട്ടെ, ഏത് സർട്ടിഫിക്കേഷൻ ആവട്ടെ, ഇന്ന് തൊഴിലെടുക്കണമെങ്കിൽ സർട്ടിഫിക്കേഷൻ ആവശ്യം വന്നു. കാരണം ഇതിന്റെ ആംബിയൻസ് അതുപോലെയാണ്. ഇതിൽ ഇടപെടുന്ന കാര്യങ്ങളും പ്രവൃത്തികളും അല്ലെങ്കിൽ ഇത് പഠിച്ചവർക്ക് മാത്രമേ ഇത് വിജയകരമായി കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇതുകൊണ്ട് ഗവൺമെന്റ് തലത്തിൽ തന്നെ നിർബന്ധമാക്കിയ പല രാജ്യങ്ങളുണ്ട്. ആൾറെഡി നമ്മുടെ രാജ്യത്തും ഏകദേശം ആ രീതിയിലേക്ക് വരുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണുന്ന വലിയൊരു മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ജോലിക്ക് കയറണമെങ്കിൽ, ജോലി വേണമെങ്കിൽ നിങ്ങൾ പഠിച്ച ആളാണെന്നുള്ളതിന്റെ സർട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ടും ആവശ്യമായി വന്നിരിക്കുകയാണ്. അത് ഈ തൊഴിലിന്റെ മേന്മ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും കയറി അഴിഞ്ഞാടാവുന്ന ഒരു മേഖല ഇത് നിലകൊണ്ടാൽ ഇതിന്റെ വില പോകും. കാരണം പണ്ട് മാർഷൽ ആർട്സിനൊക്കെ ഒരു ഭയങ്കര പെരുമണ്ടായിരുന്നു. അപ്പൊ പിന്നീട് ഇതിന്റെ പ്രാധാന്യം കുറഞ്ഞു പോയി. ഇടക്കാലം വെച്ചിട്ട് അത് ഇതുപോലുള്ള എന്താ പറയാ യോഗ്യത ഉള്ളവർ ഇല്ലാത്തവരൊക്കെ കൂടി കയ്യേറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. ഇപ്പൊ കുറച്ചും കൂടി മാറ്റം ആ രംഗത്തും വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചിലതാണ്. ഒന്ന്, പല അക്കാദമീസും ഇന്ത്യയിൽ പല അക്കാദമീസും കോഴ്സ് ചെയ്ത് സർട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള പോസ്റ്റ് സർട്ടിഫിക്കേഷൻ ഗൈഡൻസോ അല്ലെങ്കിൽ സപ്പോർട്ടോ കൊടുക്കുന്ന അക്കാദമികൾ വിരളമാണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം സർട്ടിഫിക്കേഷൻ കൊടുത്ത് കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കേഷൻ കൊടുത്തത് കൊണ്ട് മാത്രം അതായത് ആ വ്യക്തിയുടെ, ആ സ്റ്റുഡന്റിന്റെ, ആ ട്രെയിനറുടെ ആവശ്യങ്ങൾ അക്കാദമി അല്ലെങ്കിൽ ഈ ഫിറ്റ്നസ് രംഗത്ത് അവസാനിക്കുന്നില്ല. വീണ്ടും പല കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അത് അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടക്കം മുതലേ ഞങ്ങൾ പറയാറുണ്ട്, പോസ്റ്റ് സർട്ടിഫിക്കേഷൻ ഗൈഡൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു മഹത്തായ കാര്യമായി ഞങ്ങൾ ഇന്നും നിലകൊള്ളുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത പല കോഴ്സ് സർട്ടിഫിക്കേഷൻ എടുത്ത പല ആൾക്കാർക്കും പല ആവശ്യങ്ങളും പല സപ്പോർട്ടുകളും ഇപ്പോഴും ആവശ്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിൽ ഉള്ള പല കോഴ്സുകളുടെയും ബാച്ചുകളും ഒരെണ്ണം പോലും ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. കാരണം അത് എന്താ പറയുക, പോസ്റ്റ് സർട്ടിഫിക്കേഷൻ സർവീസ് ഭയങ്കര ആവശ്യമുള്ളത് കൊണ്ടാണ്. അതൊരു പ്രധാന കാര്യം. ഇന്ത്യയിലത് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരുമുണ്ട്. മറ്റൊരു കാര്യം, there are no provisions for advancement of professional skills. അതുപോലെ തന്നെ പല അക്കാദമികളും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല ഏജൻസികളും പിന്നീട് നമ്മളിപ്പോ ഒരു BA, BCom, BSc ഒക്കെ പഠിച്ചൊരു ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടുള്ള അപ്ഡേഷൻസ് ആ സർട്ടിഫിക്കറ്റിൽ ആവശ്യമില്ല. പിന്നെ എക്സ്പീരിയൻസ് ആണ്. ഫിറ്റ്നസ്സിൽ അതല്ല. ഫിറ്റ്നസ് നിരന്തരം പുതിയ മാറ്റങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. കഴിഞ്ഞ 5 കൊല്ലം 10 കൊല്ലത്തിനുള്ളിൽ ഈ രംഗത്തുണ്ടായ മാറ്റങ്ങൾ ചിന്തിക്കാനാവാത്തതാണ്. അപ്പൊ ആ മാറ്റങ്ങൾ അറിയണമെങ്കിലും അല്ലെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിലും അത്തരം ഇവന്റ്സുകൾ, പ്രോഗ്രാമുകൾ നിരന്തരം അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഈ രംഗത്ത് നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുമ്പ് സർട്ടിഫിക്കേഷൻ എടുത്ത ആള് ഫീൽഡിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് ഔട്ടോ. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി.
അപ്പൊ അതുകൊണ്ട് അത് കൊടുക്കുന്ന എന്താ പറയാ അപ്ഡേഷൻസ് കൊടുക്കുന്ന അക്കാദമീസ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കോഴ്സ് പ്രൊവൈഡേഴ്സും ഇന്ത്യയിൽ കുറവാണ്. Very few international events in ENT and no introduction to Indian format of exercise. നമ്മുടെ രാജ്യത്തിന് അനുയോജ്യമായതും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ വെസ്റ്റേൺ കൺട്രീസിനെ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിനൊക്കെ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇക്കാര്യത്തിൽ വലിയ റിസർച്ചുകളൊന്നും കാര്യമായിട്ട് നടന്നില്ല. പക്ഷെ ഇപ്പൊ അതിലും മാറ്റം വന്നു. നമ്മുടെ രാജ്യത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് എക്സസൈസ് ഫോർമാറ്റുകൾ മാറുന്ന സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പുറത്തുനിന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്ന് ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു വോയേജ് ഓഫ് ഡിസ്കവറിയാണ്. നിരന്തരം പുതിയ അറിവുകളും മാറ്റങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. വിപ്ലവകരമായ ഗവേഷണങ്ങളും ഈ രംഗത്ത് നടക്കുന്നുണ്ട്. മെഡിക്കൽ സയൻസിലുള്ള പല കണ്ടുപിടുത്തങ്ങളും ഫിറ്റ്നസിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. There are no provisions for welfare of the professional. Examples include. അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ അസോസിയേഷന്റെ ഈ കൂട്ടായ്മയുടെ കാതലായ കാര്യം ഈ പറയുന്ന പോയിന്റുകളാണ്. അതിന്റെ ഉദ്ദേശം മറ്റൊരു ദുരുദ്ദേശവും ഇതിനില്ല. കാരണം ഇത് വിചാരിച്ച പോലെ കൊണ്ടു നടക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് മെഡിക്കൽ ആക്സിഡന്റ് പരിരക്ഷ ഇന്ന് ഈ രംഗത്ത് തൊഴിലെടുക്കുന്നവർക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഇല്ല. സത്യം പറഞ്ഞത് സാറ് പറഞ്ഞതുപോലെ ഒരു 100-98% ആൾക്കാർക്കും ആ പരിരക്ഷ ഇല്ലാത്തവരാണ് ഈ രംഗത്ത് തൊഴിലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ആപത്ത് തൊഴിലെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അയാള് എന്താ പറയാ അയാളുടെ കുടുംബം താറുമാറായി, അയാളുടെ ഭാവി താറുമാറായി, പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ഈ സംഘടനയുടെ പല ലക്ഷ്യങ്ങളിലൊന്ന് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ദുരന്തങ്ങൾ അനുഭവിക്കുന്നവർക്കുള്ള ഒരു കൈത്താങ്ങായിട്ട് ഈ അസോസിയേഷൻ നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പിന്നീട് വരാം. അപ്പൊ അതിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് ഈ സംഘടന മാറണം, ഈ കൂട്ടായ്മ മാറണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. മെഡിക്കൽ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ആക്സിഡന്റ് ഇൻഷുറൻസ്, അംഗവൈകല്യം സംഭവിച്ചാൽ അതിനുള്ള പരിരക്ഷ, അതുപോലെ തന്നെ നിങ്ങൾ ഫിറ്റ്നസ് ട്രെയിനറാണ്, സർട്ടിഫൈഡ് ട്രെയിനറാണ് എന്ന പ്രൂഫുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജിൽ തന്നെ അല്ലെങ്കിൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജിൽ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ജോലി ദിനങ്ങൾക്ക് പെർ ഡേ 1000 രൂപ വെച്ച് മാക്സിമം 30,000 രൂപ വരെ കവറേജ് കിട്ടുന്ന പോളിസി പരിരക്ഷകളും കൂടി ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ലയബിലിറ്റി, നിങ്ങൾ ഇൻഷുർഡ് ആണ്, നിങ്ങളെ കൊണ്ട് മറ്റെന്തെങ്കിലും ഡാമേജ് മറ്റൊരു പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങിൽ കൂടെയോ മറ്റു പല തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി പരിരക്ഷ കവറേജ് ഈ പോളിസിയിൽ കിട്ടും. ഇൻഷുറൻസ് ഈസ് കമ്പൽസറി ഫോർ ഫിറ്റ്നസ് പ്രൊഫഷണൽസ് ഇൻ യൂറോപ്പ്, UK, USA, മറ്റു പല രാജ്യങ്ങളിലും ഫിറ്റ്നസ് ഭൂമുള്ള പല രാജ്യങ്ങളിലും ഇൻഷുറൻസ് കവറേജ് നിർബന്ധമാണ്. അവിടെ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതിന്റെ ആവശ്യം വളരെയധികം വലുതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സാറിന്റെ സ്വാധീനങ്ങളും ബന്ധങ്ങളും അതുപോലെ തന്നെ കഴിവും പ്രയോജനം ഓൾ ഇന്ത്യ ലെവലിൽ ഇതിന് ഗവൺമെന്റ് തലത്തിലും എല്ലാ തലത്തിലും കിട്ടേണ്ടതായ എല്ലാവിധ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സാറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, ഓവർ ടു യു. History, am I right? This slide, no? Yes. Yeah, okay. Can you hear me? Yeah. I think I've already mentioned we started AFSCON Pro in September 2019. That time it was called just Association of Fitness Trainers. Later on in 2020, we changed the name to long name, AFSCON Pro. As Basheer sir would have told you, it's also for allied, related, similar professions. It is not only for fitness trainers. Now, we don't teach physiotherapy. We have no education. We don't provide any education in physiotherapy. But physiotherapists who are sports physiotherapists or psychologists who are sports psychologists can also join us. Yes, we have a decent nutrition course, but basically we are talking about who are done BSc, MSc in nutrition. Anybody who is related to fitness and sport can join this organization.
Now, this is not the only organization. Now, for example, a physiotherapist has got his Indian Physiotherapists Association. Nutritionists, they have 3 or 4 associations. The most famous is IDA, Indian Dietitians Association. In physiotherapy, there are 2. Physiotherapists Association of India and Indian Physiotherapists Association. Now, fitness. Now I'm coming to the main point, and I want you all people to think and consider what I'm saying. Most of you have got fantastic certifications. You got very good experience in fitness. But have you asked yourself why there is no fitness industry in India? You have automobile manufacturing, motor car industry association. You got paints, Asian Paints Association. You got Builders Association. You got Indian Medical Association, Doctors Association. You have Indian, I think, Dentists Association, but nothing for fitness. Now, that is the main one of the reasons why I wanted to bring all people together, because unless we fight for our rights, I'm not talking of trade union and all that. We want the government of India to recognize us as a profession. In India, we are not even recognized as a profession. It's a very sad situation, and therefore, and particularly today because of COVID, now COVID, of course, we are getting out of COVID. If there is, even earlier I had said this, during COVID, the first line of defense against COVID, of course, are the doctors. But the second line of defense and the more permanent line of defense are the fitness professionals. You and I are able to help clients either prevent getting COVID or help them recover faster from COVID. Just keep that one thing in mind. We are not just fitness professionals. We are not here to, fitness is not the same as bodybuilding. It is not the same as marathon running. Fitness, when I talk of fitness, it is health-related physical fitness. As a health-related physical fitness, HRPF, as per the definition of World Health Organization, you and I are helping people of India to get stronger, fitter, healthier. So this is the main thing that we always had in mind, that I've been in fitness for the last 40 years. There's nothing regarding industry. In year 2000, 22 years ago, all of you have heard the name Madhukar Talwalkar. Mr. Madhukar Talwalkar, I and Kaizat Kapadia of K11, my good friend who passed away last year, and some other people, including this lady by name Leena Mogre, very famous guru of fitness in Mumbai. We 6 or 7 people came together to start an association in the year 2000. But everybody said, no, they are trying to make money. So we then left it because nobody understood what we are trying to do. We are not here to make money out of this association. In fact, it is a financial loss. But idea was to bring all fitness people together and then tell the government, please, that we are an industry. Why we are industry? We are professionals. Why we are professionals? Because we have the education in anatomy, physiology, biomechanics, kinesiology, nutrition. We are not doctors, but we have some scientific knowledge. Therefore, we are a profession. If you look at the definition of profession, it means this: you have the correct knowledge for doing that work, that is a profession, and you also get income from that. That is the 2 reasons why we are professionals. So in that time, Madhukar Talwalkar said, no, I think Dilip, leave it. Nobody is interested. Everyone thinks that we are trying to make money. So we left it. But today, after 22 years, I find that we are still in the same place. We are not a fitness industry. Suppose you, now what are the benefits of industry? I'll come a little later. Originally meant for only our students, during March, June 2020, fitness professionals who are not our students from Calcutta, Delhi, particularly Delhi, called up and asked me that, sir, I got a gym, I'm paying 3 lakhs, 2 lakhs per month rental. Now COVID is there. Now what do I do? What is the legal, how to get out of the, what is the contract? What kind of contract I should sign? So I started giving them the advice. Then when I found that 10, 15, 20 telephone calls a day, I said it was difficult for me because I also got COVID in my own house. So then I got 2 or 3 well-known lawyers in Mumbai and Delhi to help out. Then I got some retired IAS and IPS officers to help us out. And we all started giving counseling.
And that is the time we said, no, now it's time to open AFSCON Pro for everybody so that all can come into. Once you come into AFSCON Pro, you are equal. All of us are equal. Whether you are from IBIS or Reps India or EREPS or Gaio, or it doesn't make a difference. Or your master's or PhD in physical education, it doesn't make a difference. We are all members of the same family. So that time we gave a lot of counseling or advice on how to manage gyms in COVID times. What is the fitness business in the new normal? Basheer sir will tell you, we have done these web online seminars in Tamil, in Malayalam, in Marathi, in Hindi and all that. What was, even when our own fitness trainers in Mumbai and Delhi, but who actually come from Punjab, Bihar, Orissa, they had to walk back to their houses during that, the migration, when everything was closed and people started going back to their native place. That time we even had nutrition and safety online seminars for our fitness trainers. In Mumbai, there's a group of 20 trainers who walked back to Nagpur. Imagine going from Western Maharashtra to Eastern Maharashtra, which it's double the length of Kerala perhaps. So we had to give them advice. So we then started saying that what is my problem is also, it could be your problem. So why not come together? So that is how we started doing a lot of courses offline. Of course, in 2019, we did, of course, famous Ian Jeffries course in Belgaum, Goa, Guwahati, Mumbai, and so on. Of course, our fitness retreat was postponed. It is now probably we hold it next year. But these are the main things that came up all the while. Sir, how to pay rent? What do I tell the landlord? I have rented the place for a fitness gym. I have no income, but that fellow is asking me to pay 30,000 rupees per month as rent. So these are the kind of answers that I told my friends from the IAS, IPS and lawyers to give. And now we have a proper legal cell, not me. We have a legal advocate. His name is mentioned in the website, in the website and also on this seminar thing. I'll come back to a little later. So this is how we started AFSCON Pro. Next slide. See, at that time, because AFSCON Pro was meant only for students, it was virtually free for the students that time. Okay, a renewal they had to pay after 2 years or 1 year or whatever it is. But those who were not students became the member of our AFSCON Pro since 2020 June. They were treated on par with Gaio students for discounts in our various events and all that. So now, given our background of 2020, 2021, what are we now? Where do we want to go? So that's what we say, present and the future. See, AFSCON Pro today is definitely national organization. There's no doubt about it. We don't have many people in the organization. We already have 1,900. Out of the 1,900, I think about 900 are outsiders. They are not our students. Even for our students, Basheer sir will explain in Malayalam. Even for our students, it is not compulsory to join AFSCON Pro. Even when it was free, they were given an option to join or not to join. Because this is something not connected with academics or Gaio, it is something outside. But for their own welfare, and they realize they have belief and confidence that we can do something, they say they have joined us. So where are we at the moment? Which states are we in? Of course, Kerala is a major thing for us, no doubt, thanks to Basheer sir. Assam, West Bengal, Maharashtra, Kerala, Karnataka, Assam, West Bengal, Maharashtra, New Delhi, and now Chennai, now Tamil Nadu. So in 7 states, we have a decent number of people coming from there. So that is why I think it's 7 or 12. We'll soon come to know that we are an all India association because we are in so many states, and other states will also join us. So we are having branches, not branches, it's not the right word, chapter, state-wise chapters in Kerala, Tamil Nadu, Punjab, NCR, and so on. And what do we want to do? We were committed to the highest standards of corporate governance. Corporate governance is not a company. It means transparency. Wherever we have spent the money, you will come to know every quarterly or whatever it is, where the money went and where the money came from and where was it spent. Now, this is a very interesting thing. I'm sure there are other people who are not our students here in this seminar. Basheer sir will give you 2 examples. On the very first day when we launched our AFSCON Pro on 1st of September 2020,
We gave scholarships worth, I think, 50 or 60,000 rupees, scholarships. Yes, yes. And a well-known bodybuilder from Kerala, who did very well at the Asian Championships, that Basheer sir will tell you the exact thing. We gave him a prize of 25,000 rupees. That money did not came from AFSCON Pro. So we are here not only, so when we talk, it's not only abstract, it's not just ideas. We are actually doing things on the ground level. So when we talk of higher standards of corporate governance, we actually want to do what we believe in. Okay. What is the nature of this AFSCON Pro? It is going to be what is called a non-profit corporate company under Section 8 of the Indian Companies Act. There are 3 types of organizations. One is a society, cooperative society, or it could be a charitable trust. Most sports bodies in India are charitable trusts. Or the third alternative is where it is called non-profit company under Indian Companies Act. Now, for example, not only us, Reps India itself. Reps India is a private limited company, but for non-profit. Under Section 8, or now it's been modified as Section 15. But that's a legal kind of a thing. The main way of showing honesty and transparency is to actually have that organization. You know who are the office bearers. It is not Dilip Heble. I am Dilip. I'm here only for 1 year. After that, other people will take over. It has got nothing to do with Gayofitness Academy. And who are these directors? They are very, very senior people who are supported by a very highly respected board of advisors. Now, before I get to that next slide, I want to explain one thing. AFSCON Pro is based on 2 famous organizations in the world. One is called CanFit Pro. CanFit Pro, Canadian Fitness Professionals Association. So AFSCON Pro sounds like CanFit Pro. I have tried to copy them. And the other association I tried to get ideas from is the Australian Association of Physiotherapists. APS, sorry, Australian Physiotherapists Association. I studied their constitution, studied their websites, legal aspects, and I said, okay, this is what we need to do in India. When we started, there were only few hundred members. Now today we have 1,900 without marketing. Associations cannot market. We are not selling a product in the marketplace, right? So we were not even there on social media. Facebook account we started only 3 or 4 days back. So we are not into marketing because this is not a money-making business kind of a thing. Next slide. Who are the board of directors as of now? Of course, because I started it, my name is there temporarily because somebody has to initiate this. But I've highlighted that word called convener. The convener means I'm here only to bring everyone together, then I get up. Then young men and women like Basheer sir and the other guys will start looking after the welfare of the fitness professionals. Okay, I would rather spend time with my grandchildren and sit in one corner than continue with these things. Now, who are the directors at the moment? Let me introduce you. Of course, they are not here. Basheer sir, of course, everybody knows. Ratnadeep is from Mumbai, a very, very senior personal trainer who is also with us partly. Anshuman Datta is from Guwahati. He is the most successful kettlebells coach in India. He also teaches on our behalf. Tanmay Panigrahi is from Odisha as we call it. V. Savin, now actually is a Malayali fellow. Savin Menon, he writes his name as V. Savin. He's based in Bangalore for the last, God knows, 20-25 years. He's got 6 or 7 successful gyms from Bangalore. And Madhumita Nyok, probably one of India's senior most sports nutritionists, who's also expert in high altitude climbing. She's from Kolkata. So these are the board of trustees who will look after the management of AFSCON Pro. This board will soon be expanded to have a regional representation. Now, for example, Tamil Nadu, you will not find the name here. So probably we'll have Prabhudas, who is also the president of the Tamil Nadu Gym Owners Association, who will probably become as an office bearer here. So like that, every state will be represented in this board. It's not only for Basheer or Dilip or Ratnadeep. It is going to be an all India kind of organization. So all the cities that you have here, our trainers are there. Okay, our members are there. Not trainers, sorry. The next one.
But here's the next slide. This board of trustees, even if you call them directors, they have been given the trust of looking after the welfare of the fitness professionals. So I will like to use the word trustees. Trustees will be advised by these people of great merit. Special advisors, emeriti means not from UAE or Emirates, it means emeritus, means of great merit. Who are these people? Professor Vinita Menon from Mumbai. Definitely India's senior most sports nutritionist with 30 years of experience, 30 to 35 years of experience. Ian Jeffries from England. He is more famous as he is the most respected guru for strength and conditioning. He founded 3 organizations. One is United Kingdom Strength and Conditioning Association. So he has helped me start AFSCON PRO. He's also a big man in the National Strength and Conditioning Association of USA. In October, we bring him to Thrissur. October, I don't know the dates. For 2 days, he's going to teach there. Gemma Quinnell is in Dubai. She has helped us a lot in terms of focus awards and UAE reps and things like that. Roy Howard Thomas, of course, his photograph is not there. He's the senior most and probably India's best known personal trainer at the age of 52. About him, I will speak later. Basavaraj Motimat, his photograph is not there. He is vice principal of KLE Medical College in Belgaum, Karnataka. Shweta Varpe is probably one of India's better known yoga teachers. And Amruta Deshmukh, interesting lady, this one. She is an India international in triathlon. If you know, triathlon is one of the most difficult sports. You have to run, swim, and cycle. And she was an international champion and double masters in psychology. So she is the one who does developing our psychology courses. So these are the board of advisors who will help the trustees. The next one. Of course, at the regional level, at the moment, we have, wherever we have more than 50 members, we have our advisor. Usha is in Hyderabad. Anshuman, of course, in Guwahati. Savin Menon in Bangalore. Madhya Pradesh is Neha. In Goa, we have somebody. In Kerala, of course, because Kerala is a big place for us, we have AP Joshi in Thrissur. We have Rajan, of course, young Rajan is very much there. He may have forgotten that we had made him a regional advisor. And Mumbai, Maharashtra, New Delhi, we have people all over. In Punjab, we have famous Dr. Rabindra Rawat, one of India's better known power lifters. He's a veterinary doctor and now he's director of the Punjab Agriculture University. So we have a good team of people to help all of us develop our welfare and advance our professional knowledge. Basheer sir, you can translate. Okay, sir. Okay. നമ്മള് പറഞ്ഞു സാറും ഞാനും പറഞ്ഞിരുന്നു നമ്മൾ 2018 ആരംഭം കുറിച്ചതാണ്. അതുപോലെ തന്നെ 2019 ഇതിന്റെ എന്താ പറയുക പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വന്നു. അതിന്റെ ഭാഗമായിട്ട് അത് കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്ന അതിന്റെ പ്രവർത്തനം ഓൾ ഇന്ത്യ ലെവലിൽ ഉള്ള ഈ അസോസിയേഷന്റെ ആ സമയത്ത് അന്ന് പങ്കെടുത്തവർക്ക് എല്ലാവർക്കും അറിയാം. അന്ന് നമ്മൾ യാതൊരു വക മെമ്പർഷിപ്പോ കാര്യങ്ങളോ 10 പൈസ ഒരാളിൽ നിന്ന് പിരിക്കാതെ ഗായ ഫിറ്റ്നസ് അക്കാദമി, അതായത് ദിലീപ് സാറിന്റെ പൈസ കൊണ്ട് ആണ് അന്ന് ആ പരിപാടികൾ നടത്തിയത്. ആ വേദിയിൽ തന്നെ നമ്മളൊരു 70,000 രൂപയുടെ സ്കോളർഷിപ്പുകൾ കൊടുത്തു. ആ സമയത്ത് കേരളത്തിൽ നിന്ന് പോകുന്ന പ്രമുഖ ബോഡി ബിൽഡർ, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് പോകുന്ന റിയാസ് എന്ന് പറയുന്ന കണ്ണൂരിലുള്ള ബോഡി ബിൽഡർക്ക് നമ്മൾ 25,000 രൂപ ക്യാഷ് അവാർഡ് കൊടുത്തു ആ വേദിയിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ മറ്റൊരു ബോഡി ബിൽഡർ, ഞാൻ പേര് പറയുന്നില്ല, ബോഡി ബിൽഡർ മദറിന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ധനസഹായം ചെയ്തു. അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ അന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അതിനെ തുടർന്ന് പിന്നെ കോവിഡിന്റെ വരവായി. അപ്പൊ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇന്ത്യയില് കേരളത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെ 5-8 സംസ്ഥാനങ്ങളില് ഇതിന്റെ യൂണിറ്റുകൾ പ്രവർത്തനം തുടങ്ങി. ചില സംസ്ഥാനങ്ങളിൽ ഇൻഷുറൻസ് കവറേജുകളും കാര്യങ്ങളും ആരംഭിച്ചിരുന്നു, മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൽ ഒന്ന് ഉദാഹരണം സാറ് പറഞ്ഞത്, അതിലൊരു മെമ്പർ, നമ്മുടെ ആഫ്സ്കോണിന്റെ മെമ്പർക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് 85,000 രൂപ വരെ കവറേജ് കിട്ടി, സാമ്പത്തിക കവറേജ് കിട്ടി.
ഒരു മെമ്പർക്ക് ആ സമയത്ത്. പിന്നെ നമ്മൾ അതിനോടനുബന്ധിച്ച് കുറെ നാഷണൽ ഇന്റർനാഷണൽ ഇവന്റുകൾ, മീൻസ് പ്രൊഫഷണൽ സ്കില്ലുകളും നോളേജും ഷെയർ ചെയ്യുന്ന ഇവന്റുകൾ ഗോവയിലടക്കമുള്ള പ്ലാൻ ചെയ്തു. ഈവൻ കേരളത്തിലടക്കം ഒക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്തത്? ആഫ്സ്കോൺ പ്രോ ഇന്ത്യയിലുടനീളം 50-ലധികം വെബിനാറുകൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നടത്തി. കേരളത്തിൽ തന്നെ 4-5 പരിപാടികൾ നിങ്ങൾ പലരും അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. നമ്മൾ ഫ്രീ ആയിട്ട് ആ സമയത്ത് ജിമ്മുകൾ എങ്ങനെ തുറന്ന് പ്രവർത്തിച്ചാൽ എങ്ങനെ ആയിരിക്കണം, കരുതലെടുക്കേണ്ടത്, തയ്യാറാവേണ്ടത്, എങ്ങനെ ആ സമയത്ത് ബിസിനസ്സുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, എന്തെല്ലാം നടപടികൾ എടുക്കണം. അതുപോലെ തന്നെ അന്ന് സാർ എന്നൊരു റിസർച്ച് ടീം ഒരു UK ഫോക്കസ് അവാർഡിന്റെ ഒരു ഇതിൽ തന്നെ സാറ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് അത് വളരെ അർത്ഥവത്തായിരുന്നു എന്നുള്ളത് ഇപ്പൊ നമ്മൾക്ക് വളരെ അന്ന് സാറ് പറഞ്ഞിരുന്നു കോവിഡ് പെട്ടെന്ന് ഒരു ഫസ്റ്റ് വേവിൽ തീർന്നു പോകണമെന്നല്ല, 2-3 കൊല്ലം നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഒരു ന്യൂ നോർമൽ സിറ്റുവേഷൻ, പുതിയ സാഹചര്യം, അതിൽ എങ്ങനെ തൊഴിൽ ചെയ്യാം, അതാണ് ന്യൂ നോർമൽ. അത് ആദ്യമായിട്ട് നമ്മുടെ രംഗത്ത് അവതരിപ്പിക്കുന്നത് ദിലീപ് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഈ ഓൺലൈൻ പരിപാടികളായിരുന്നു. അതുപോലെ തന്നെ ഹൈബ്രിഡ് ബ്ലെൻഡഡ് ഫോർമാറ്റിലേക്കാണ് നമ്മുടെ ഫിറ്റ്നസ് പ്രൊഫഷൻ പോകുന്നത് എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. കാരണം അതായത് ഓഫ്ലൈൻ മാത്രമല്ല ഓൺലൈനും കൂടി പ്രയോജനപ്പെടുത്തിയാലേ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ആ സമയത്ത് പോലും 50,000 മുതൽ 2 ലക്ഷം വരെ ഓൺലൈനിൽ ഏൺ ചെയ്തിരുന്ന ഗായോന്റെ ട്രെയിനേഴ്സിനെ പറ്റിയാണ് നമുക്കറിയാം. മന്ത്ലി 2 ലക്ഷം രൂപ ആ സമയത്ത് ഓൺലൈനിൽ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറി നമ്മളുടെ പല ക്ലാസ്സുകളും രണ്ടും കൂടി മിക്സായി. അപ്പൊ ഇനിയുള്ള കാലം ആ ഫോർമാറ്റിലേക്ക് മാറി. മാത്രമല്ല ലോകത്ത് ഓൺലൈൻ കമ്പനികളൊക്കെ ഏറ്റവും കൂടുതൽ തളർച്ച വളർന്നതും ആ സമയത്തായിരുന്നു. അതുവരെ അവരൊക്കെ സ്ട്രഗിൾ ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനത്തെ പല തരത്തിലുള്ള ഫോർമാറ്റിലേക്ക് ഒക്കെ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും അതൊക്കെ പ്രിപ്പയർ ആയിരിക്കണമെന്നും പല കാര്യങ്ങൾ അന്ന് പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ പറയാത്ത കാര്യങ്ങളായിരുന്നു. അന്ന് ഒരു റിസർച്ച് ജേർണൽ പ്രസന്റേഷൻ പോലെ സാറിന്റെ നേതൃത്വത്തിൽ അന്ന് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും ആഫ്സ്കോൺ പ്രോയുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിരവധി അന്ന് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതാണ് നമ്മുടെ ചാരിതാർത്ഥ്യം, നമ്മൾ ഈ ആഫ്സ്കോൺ പ്രോയുടെ തുടക്കത്തിൽ ചെയ്ത കാര്യങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെ പല ഇയാൻ ജെഫ്രിയെ പോലുള്ള വേൾഡ് അതോറിറ്റി, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ വേൾഡ് അതോറിറ്റി, ഇയാൻ ജെഫ്രിയുടെ പരിപാടികളൊക്കെ അന്ന്, അതുപോലെ 12 നാഷണൽ ഇന്റർനാഷണൽ ഗുരുക്കന്മാരുടെ വേൾഡ് ഫേമസ് നാഷണൽ ഫേമസ് ഗുരുക്കന്മാരുടെ പരിപാടികൾ ഫെസ്റ്റിവൽസ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അതെല്ലാം നമുക്ക് പിന്നീട് 2020 ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, ഇത് കോവിഡിന്റെ വരവോടുകൂടി. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ കാര്യമായ മെമ്പർഷിപ്പോ കാര്യങ്ങളോ ഒന്നും വന്നു. കാരണം ആ സമയത്ത് അധികവും ഗായോന്റെ സ്റ്റുഡൻസ് ആയ കാരണം ഗായോന്റെ സ്റ്റുഡൻസ് അന്ന് ആ സമയത്തൊക്കെ ഫ്രീ ആണ് മെമ്പർഷിപ്പ് കൊടുത്തിരുന്നത്. ഇപ്പൊ നമ്മൾ ഈ നിലവില് ഈ ഓർഗനൈസേഷനിൽ വളരെ പരിമിതമായ ആളുകളെ വെച്ചുകൊണ്ടാണ് ഈ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. ഭാവിയിൽ ഇത് കുറെ കൂടി സുഗമമായ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾക്ക് എന്താ പറയുക, സ്റ്റേറ്റ് വൈസും ടെറിട്ടോറിയൽ സിറ്റി വൈസും ഒക്കെ നമുക്ക് ഇതിന്റെ യൂണിറ്റുകളും പ്രവർത്തകരും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു സുതാര്യമായിട്ടുള്ള, സാർ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നോൺ പ്രോഫിറ്റ് മോട്ടീവ് അല്ലാതെ ഉള്ളൊരു സുതാര്യമായിട്ടുള്ള രീതിയിലേക്ക് ഇതിനെ എത്തിക്കണം. ഇതിൽ നിന്ന് 1 രൂപ ആരുടെയെങ്കിലും പോക്കറ്റിലേക്ക് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ അല്ല. കാരണം ഇതിൽ പ്രവർത്തിക്കുന്ന സാറടക്കം ഞാനടക്കമുള്ളവർക്കൊക്കെ അവരുടേതായ തൊഴിൽ മേഖല ഉണ്ട്. ഇതിൽ ഓരോരുത്തരുടെ പേര് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. നിലവിൽ ഇതിലുള്ള ആളുകളുണ്ട്. ഇവരാരും തൊഴിലില്ലാണ്ടിരിക്കുന്നവരല്ല, അവർക്ക് അവരുടേതായ ഇവരുടെ ഒക്കെ ഒരു സേവനമാണ് ഇതിന്റെ മുതൽക്കൂട്ട് ആയിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള 1 രൂപ പോലും അന്യാധീനപ്പെട്ട് പോകുന്ന രീതിയിൽ ആർക്കെങ്കിലും കൊള്ളയടിക്കാൻ പറ്റുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കോ ഉള്ള ഒരു തരത്തിലുള്ള സംഭവങ്ങൾ ഇതിലുണ്ടാവും. അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ തന്നെ സാറ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലും മറ്റും അതുപോലെ തന്നെ എല്ലാം എന്താ പറയാ, അക്കൗണ്ടിങ് സിസ്റ്റവും GST സംവിധാനവും അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് സംവിധാനങ്ങളും സ്റ്റാഫും എല്ലാം തന്നെ ഇതൊരു വിചാരിച്ച പോലെയല്ല, ഭാരിച്ച ചെലവുള്ളൊരു സംഭവം തന്നെയാണ്. പല കാര്യങ്ങളും പല ലക്ഷ്യങ്ങളും നമ്മൾക്കുള്ളത് കൊണ്ടാണ്. Committed to highest standards of corporate governance. Our governance practices will be reviewed continually. Will soon be non-profit corporate entity under section of Indian Companies Act in 2013.
ഇന്ന് ലോകത്ത് എല്ലാ തൊഴിലും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒട്ടുമിക്ക തൊഴിലുകൾക്കും ഒരു അംഗീകാരമുണ്ട്. ഏത് മെഡിക്കൽ ആയിക്കോട്ടെ, ഫിസിയോതെറാപ്പി, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഏത് മേഖലയിലും ഒരു തൊഴിൽ എന്ന നിലയ്ക്ക് അംഗീകരിച്ച് അവിടെ ഒരു സംഘടിത കൂട്ടായ്മയുണ്ട്. ഫിറ്റ്നസ് മേഖലയിൽ അത് ഇതുവരെ ഇല്ല. ഇതുവരെ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഫിറ്റ്നസ് ഒരു തൊഴിലായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ രസം. ഇന്ന് എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഇന്ത്യയിൽ ഈ തൊഴിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു തൊഴിലായിട്ട് ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല ഇന്ത്യയിൽ. അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം. അപ്പൊ അത് ഗവൺമെന്റ് തലത്തില് അത് സാറ് ആൾറെഡി ഇടപെട്ട് കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങൾക്കും മറ്റും ഇതൊരു തൊഴിലായി അംഗീകരിപ്പിക്കുകയും അതുപോലെ തന്നെ ആ ഗവൺമെന്റ് ഒരു അംഗീകൃത തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് വേണ്ട ഗവൺമെന്റ് തരത്തിലുള്ള എന്തെല്ലാം അംഗീകാരങ്ങളുണ്ടോ അതൊക്കെ നമ്മൾക്ക് നേടിയെടുക്കാവുന്ന തരത്തിലുള്ള ഒരു ഭഗീരഥ പ്രയത്നം തന്നെ നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. അതൊക്കെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല കുറെ ആളുകളുടെ കയ്യിലൂടെ വേണം ഇത് പോകാനായിട്ട്. നമ്മൾ പല അസോസിയേഷനിൽ ഇതിലുള്ള ആളുകൾ, പല അസോസിയേഷൻ നിലവിലുള്ളവരാണ്, പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഞാനടക്കമുള്ളവർക്കൊക്കെ പല അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നിസ്വാർത്ഥ സേവന മനോഭാവമുള്ള, ഇനി ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും ഈ രംഗത്തേക്ക് ചെയ്യാനായിട്ടുള്ള മനസ്സുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ, ഒരു കൈകോർക്കല്, അവരുടെ കൈകളിലൂടെ അവരുടെ കൈകളിലേക്ക് ആയിരിക്കണം ഈ സംഘടന. സാർ പറഞ്ഞ മാതിരി സാറിന് 60 വയസ്സ് കഴിഞ്ഞ് ഞാനും ഒക്കെ ആ പ്രായം കഴിഞ്ഞവരുണ്ട്. പക്ഷെ ഇതിന്റെ ഭാവി ഞങ്ങളിലാവരുത്, ഇത് വരുന്ന പുതിയ തലമുറകളിലായിരിക്കും. അത് എന്താ പറയാ, അതൊരു നാശത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള കൈകളിലേക്ക് ഇത് പോകാതെ വളരെ എന്താ പറയാ പ്രവർത്തനക്ഷമതയും കാര്യക്ഷമതയും മറ്റും കണ്ടുകൊണ്ട് അവരുടെ കൈകളിലേക്ക് നമ്മൾക്ക് ഇതിനെ എത്തിക്കുക എന്നുള്ളത് ഇതിന്റെ പരമോന്നത ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇതിലുള്ള നിലവിലെ ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നത് വളരെ പോപ്പുലറായ, ഇന്ത്യയിലും പുറത്തും വളരെ പോപ്പുലറായ എമിറിറ്റസ് എന്നാൽ ഞാൻ അതാത് മേഖലകളിൽ നൈപുണ്യം വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇയാൻ ജഫ്രിയെ പോലുള്ള അവരുടെ ഒക്കെ അഡ്വൈസേഴ്സിലൂടെയാണ് ഈ ആഫ്സ്കോൺ പ്രോന്റെ ഉത്ഭവം തന്നെ. സാറ് നേരത്തെ പറഞ്ഞു ഈ ആഫ്സ്കോൺ പ്രോ ഇരിക്കുന്നത് കാൻഫിറ്റ് പ്രോയെ, കനഡയിലുള്ള കാൻഫിറ്റ് പ്രോയെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് അസോസിയേഷന്റെ സംഘടനകളെയും ഒക്കെ പ്രവർത്തനങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ നല്ല വശങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ ആഫ്സ്കോൺ പ്രോക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ രൂപം കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നിലവില് സാർ വായിച്ചു, ഞാൻ അവിടെ ആവർത്തിക്കുന്നില്ല, ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കുറച്ചു പേരുടെ ഒരു ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ആണ് ഇതിൽ ഈ ഓൾ ഇന്ത്യ ലെവലിൽ, ഇത് റീജിയണൽ അല്ല, കേരളത്തിന്റെ ചാപ്റ്ററിലല്ല, ഓൾ ഇന്ത്യ ലെവലിൽ ഉള്ള ആളുകളുടെ പേരുകൾ സാർ ഇവിടെ വായിച്ചു. ഞാനടക്കം അതിൽ ഉണ്ട്. സാറാണ് അതിന്റെ ചെയർമാനും കൺവീനറും അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ഇതിന്റെ ഉപജ്ഞാതാവ് എന്നുള്ള നിലയ്ക്ക്. അതിന്റെ താഴെയാണ് ഞാൻ രത്നദീപ് ടാഗ്ഡെ അങ്ങനെയുള്ള പലരും അതിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഇതിന്റെ എക്സ്റ്റേണൽ അഡ്വൈസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇതിൽ ഫേമസ് ആയിട്ടുള്ളതാണ് ഇയാൻ ജഫ്രി, UK NSCയുടെ എന്താ പറയാ നാഷണൽ അസോസിയേഷൻ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷന്റെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ആളാണ് ഇയാൻ ജഫ്രി. അതുപോലെ തന്നെ സ്പോർട്സ് കണ്ടീഷനിങ് അയാൾ വേൾഡ് ഫേമസ് അതോറിറ്റി ആണ്. അയാളുടെ ഉപദേശങ്ങൾ തീർച്ചയായിട്ടും സാറിന് നിരന്തരം ഈ കാര്യത്തിൽ കിട്ടിക്കൊണ്ടിരിക്കേണ്ട. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിത്വമാണ് ജമാ ക്യുന്നൽ, UAE ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി, ഫോക്കസ് അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പൊ അവരുടെ നിർദ്ദേശങ്ങൾ ഇതിൽ വലിയ എന്താ പറയാ മഹനീയമായ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പേഴ്സണാലിറ്റീസ് ഇതിന്റെ എക്സ്റ്റേണൽ അഡ്വൈസേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ അഡ്വൈസേഴ്സ് ആയിട്ട് നമ്മൾ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പൊ നിലവിലുള്ളത് കേരളത്തിൽ നിന്ന് AP ജോഷി, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രമുഖമായ ബോഡി ബിൽഡറാണ്. ജോഷി ഇതിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ജോയിൻ ചെയ്തിട്ടുണ്ട് ജോഷി, ഞാൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ രാജൻ, നമ്മുടെ 2019 തൃശ്ശൂർ നടന്ന പരിപാടിയിൽ രാജൻ തിരുവനന്തപുരത്തുകാരനാണ്. സീനിയർ ആയിട്ട് എൻ്റെ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾക്കൊപ്പം മത്സരിക്കാനുണ്ടായിരുന്നു, എൻ്റെ കൂട്ടത്തിൽ മത്സരിക്കാനുണ്ടായിരുന്നു. ഇതിൽ വളരെയധികം തൽപരനായ, വളരെയധികം എന്താ പറയാ നിസ്വാർത്ഥ സേവന മനോഭാവമുള്ള വ്യക്തികളിൽ ഒരാൾ എന്ന നിലയ്ക്ക് രാജന്റെ അന്ന് വന്ന് നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കുകയും അത് അവസാനിച്ച് അതിന്റെ പരിപൂർണ വിജയത്തിൽ എത്തുന്നവരെ രാജന്റെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായത് അതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് സാറിനെയും രാജനെയും ഈ ആഫ്സ്കോൺ പ്രോ ഓൾ ഇന്ത്യയുടെ എന്താ പറയാ റീജിയണൽ ബോർഡിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ സാറിനോട് ആവശ്യപ്പെട്ടിട്ട് വന്നിട്ടുള്ളതല്ല. അപ്പൊ അതുപോലെ ഉള്ള ആളുകൾ എല്ലാം ഇപ്പൊ നിലവിലുള്ളത്. എല്ലാം വിവിധ മേഖലകളിൽ അവരുടേതായ
എക്സ്പെർട്ടുകളാണ്, അവരുടേതായ എക്സ്പെർട്ടുകളാണ്. ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് കമ്മിറ്റി ഇതിന്റെ മേന്മ, സർവീസ് മേന്മ മെച്ചപ്പെടുത്താനായിട്ടുള്ള കുറച്ച് ആളുകളാണ്. അതിൽ കേരളത്തിൽ നിന്നുള്ള ഇത് മാത്രം പറയാം, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളത് നമ്മൾക്കിവിടെ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് കടന്നു. കേരളത്തിൽ നീതു ദേവദാസ് ആൾറെഡി ഗായോന്റെ പാട്ടാണ്, ഗായോ ഫിറ്റ്നസ് അക്കാദമിയുടെ പാട്ടാണ് ആൾറെഡി. അവർ തിരുവനന്തപുരത്തു നിന്നാണ്, അവർ ഇതിലുണ്ട്. അതുപോലെ തന്നെ ലീഗൽ അഡ്വൈസേഴ്സ്, കാരണം ഇതുപോലുള്ള സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾക്ക് ലീഗൽ അഡ്വൈസേഴ്സിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. സാറിനാണെങ്കിൽ അത് വളരെയധികം കൂടുതൽ. ആളെ IPS ഓഫീസറാണ്, ഒരുപാട് IAS IPS ടീമിൽ സാറ് പല സേവനങ്ങളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് സാറ് പറഞ്ഞത് ഒരുപാട് പേര് ജിം അടച്ച സമയത്ത് റെന്റ് കൊടുക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളും വന്നപ്പോ ആ സമയത്ത് ഇവരുടെ ഒരു വലിയൊരു ലീഗൽ ടീം തന്നെ ഉണ്ടായിരുന്നു. IAS IPS ഉദ്യോഗസ്ഥരുടെ ടീം വെച്ചിട്ട് ഇവർ വലിയ കൗൺസിലിങ്ങും സെമിനാറുകളും പരിപാടികളും ചെയ്ത് ലീഗൽ അഡ്വൈസേഴ്സ് കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനത്തെ വലിയൊരു ടീം തന്നെ ബോംബെയിലുണ്ട് ഈ വക കാര്യങ്ങൾ നോക്കാനും പിടിക്കാനായിട്ട്. അന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര സാമ്പത്തിക ഇടപാടിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ പല അപരാധങ്ങളും അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതെല്ലാം സുതാര്യമാവാൻ വേണ്ടിയിട്ടുള്ള വലിയ ബോംബെ ആസ്ഥാനമാക്കിയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടിംഗ് കമ്പനിയുടെ മേധാവികൾ നമ്മൾ ഇതിലുണ്ട്. പിന്നെ okay sir, over to sir. Okay, you want to continue on your own now? There's nothing much to be done now. Which way now? Yeah, okay. I think you want to continue. Yeah, I continue. I'm here till the end, don't worry. You be there if there is I'm here. Yes. At the end of interaction. Yeah. Okay. I'm there. Okay, thank you sir. സാർ എന്നോട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു, സമയം കളയണ്ട, നിങ്ങൾക്കും മുഷിപ്പ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ ലക്ഷ്യങ്ങൾ വളരെ ബ്രീഫായിട്ട് പറയാം. പിന്നെ കാരണം നമുക്ക് കുറെ ചർച്ചകളും കാര്യങ്ങളും പിന്നീടാവും. ഇതിപ്പോ ഒരു ഇൻട്രോ മാത്രമാണ്. ഇതിന്റെ ഒരുപാട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്ത് ഉദ്ദേശത്തിലാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളതെന്നും ഏത് തലത്തിലുള്ളതാണെന്നും. ഒന്നാമത്തെ കാര്യം, ഡെവലപ്പ് ഇൻ ടു എ നാഷണൽ ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് തന്നെയാണ് ഇതിനെ കൊണ്ടുവരുന്നത്. ഇത് കേരളത്തിൽ നിന്ന് രൂപീകരിച്ചതല്ല, പകരം ഇന്ത്യയിൽ രൂപീകരിച്ച് കേരളത്തിൽ അതിന്റെ ചാപ്റ്ററിന് ആദ്യം തുടക്കം കൊടുത്തു എന്ന് മാത്രം. ഇത് അപ്പൊളിറ്റിക്കൽ, രാഷ്ട്രീയം ഒട്ടുമേയില്ല. ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവനും ഇതിന് മെമ്പർ ആവും. ഇവിടെ രാഷ്ട്രീയ ചർച്ചയില്ല, രാഷ്ട്രീയ ഇടപെടില്ല, രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് ഇല്ല. നമ്മൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയക്കാരുണ്ടാവേണ്ട ഒരു വിരോധവും ഇല്ല. നമ്മുടെ ഈ ആഫ്സ്കോൺ പ്രോയെ നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ ഉണ്ടായാലും കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ രാഷ്ട്രീയക്കാരെ എടുക്കില്ല എന്നല്ല, രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകള്, അനാവശ്യമായ ഇടപെടലുകള്, രാഷ്ട്രീയം സംസാരങ്ങളോ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കലോ ഇതിന്റെ ഉള്ളിലില്ല. അതുപോലെ തന്നെ മതപരമായ രീതിയിലുള്ള വിവേചനം ഇതിലില്ല. ഏത് മതത്തിനും, പ്രത്യേകിച്ച് ഫിറ്റ്നസ് മേഖലയിലുള്ളവർ ആരും തന്നെ മതപരമായി വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ സ്പോർട്സ് രംഗത്ത് നിന്ന് വളർന്നു വന്ന് ഈ രംഗത്ത് വന്ന ഒരാളാണ്. എല്ലാവിധ മതങ്ങളും, എനിക്ക് ഇന്നും ഒരു മതമേ ഉള്ളൂ, മനുഷ്യൻ എന്നൊരു മതം, അല്ലാതെ ഒരു മതം എനിക്ക്. കാരണം നമ്മുടെ മേഖലയിൽ അത് ഒട്ടും എന്താ പറയാ നല്ലതല്ല. നമ്മുടെ മേഖല എന്ന് പറയുന്നത് ലോകം മുഴുവനും സർവീസ് കൊടുക്കുന്ന, രാജ്യം മുഴുവൻ സർവീസ് കൊടുക്കുന്ന മേഖലയാണ്. എല്ലാവരുടെയും എന്താ പറയാ സൗഹാർദ്ദത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഈ രംഗത്ത് തൊഴിൽ കൊണ്ടിടക്കാം. ഇവിടെ എന്താ പറയാ രാഷ്ട്രീയത്തിൽ നമുക്ക് വിശ്വസിക്കാം, പക്ഷെ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ആ തൊഴിലിനെ ബാധിക്കും. അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളുടെ അതിപ്രസരം ഈ തൊഴിലിനെ ബാധിക്കും. നമ്മൾക്ക് എല്ലാം നമ്മൾക്ക് ഉണ്ടാവാം, എല്ലാ വിശ്വാസങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഉണ്ടാവാം, പക്ഷെ നമ്മുടെ തൊഴിലിലും ഇതിലും അത് പ്രതിഫലിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് ഇതിൻ്റെ ഉള്ളിൽ വേണ്ട, നമ്മൾ എല്ലാം ഈക്വൽ ബ്രദേഴ്സാണ്, യാതൊരു സംശയവും വേണ്ട. ഇവിടെ പേരിലോ അല്ലെങ്കിൽ നിറത്തിലോ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഉണ്ടായിരിക്കില്ല. അത് നമുക്ക് കഴിയില്ല, എടുത്തു പറയേണ്ട കാര്യമല്ല. അതുപോലെ തന്നെ ഇത് ഇൻഡിപെൻഡന്റ് സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ ബോഡിയാണ്. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കായിക പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് ഈ ആഫ്സ്കോൺ പ്രോയെ നമ്മൾ നിലനിർത്താൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ലുക്ക് ആഫ്റ്റർ ദ വെൽഫെയർ ഓഫ് ഫിറ്റ്നസ് പ്രൊമോഷൻ ഹു ആർ മെമ്പേഴ്സ്. ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു. ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവരുടെ ക്ഷേമവും പരിരക്ഷയും തന്നെയാണ് ഇതിന്റെ പ്രഥമ പരിഗണന. ഡെവലപ്പ് മിനിമം സ്റ്റാൻഡേർഡ്സ് ഓഫ് ട്രെയിനിങ് സേഫ്റ്റി ഷെയർ ദം വിത്ത് മെമ്പേഴ്സ്. ഈ രംഗത്ത് തൊഴിലെടുക്കുന്നവർക്ക് ഒരു മിനിമം യോഗ്യത, മിനിമം സ്റ്റാൻഡേർഡ്, ഇതിന്റെ അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ ഇതിന്റെ പ്രഥമ എയിം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ട്രെയിനേഴ്സ് ആണ്. അതിൽ ക്ഷേമവും വരും, അറിവും വരും, സ്കിൽസും വരും, അതുപോലെ തന്നെ മത്സരങ്ങളും വരും. ആ രീതിയിൽ ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രഥമ ലക്ഷ്യങ്ങളിലൊന്ന്. ഡെവലപ്പ് എ നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ട്രെയിനേഴ്സ് ആൻഡ് ജിം ഓണേഴ്സ് അക്രോസ് ഇന്ത്യ ടു ഫെസിലിറ്റേറ്റ് ക്രോസ് മാർക്കറ്റിംഗ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പരസ്പരം ബന്ധപ്പെടുത്തി സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാം എന്നുള്ളതാണ് ഈ ക്രോസ് മാർക്കറ്റിംഗ്. ഇതിലുള്ള മെമ്പർമാരെ കൊണ്ട് അവർ ഏതൊക്കെ രീതിയിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരാൾക്ക് ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കല ഒരു 2-3 മാസം ജോലി ഇല്ലാത്ത ഒരു ബ്രേക്ക് വന്നു ഫിറ്റ്നസ്. 3 മാസം കഴിഞ്ഞ് അയാൾക്ക് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നേക്ക് ഏതെങ്കിലും ഒരു അക്കാദമി ആയിട്ടോ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഓർഗനൈസേഷൻ ആയിട്ടോ ഒരു കോൺട്രാക്ട്. അപ്പൊ 2-3 മാസത്തേക്ക് ജോലി. ഇതിൽ പല ആൾക്കാർക്കും പ്രസ്ഥാനങ്ങളുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. അവിടെ അവർക്ക് തൽക്കാലത്തേക്ക് ജോലി കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ജീവിതം വഴിമുട്ടാതിരിക്കാനായിട്ട്. അതാണ് ക്രോസ് മാർക്ക്. പരസ്പരം സഹകരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ദുരിതം വരുമ്പോൾ, എന്തെങ്കിലും ഒരു ദുരന്തം എന്തെങ്കിലും ഒരു ജോബ് ഇഷ്യൂ വരുമ്പോൾ, അല്ലെങ്കിൽ വരുമാന ഇഷ്യൂ ഉണ്ട്, എങ്ങനെ നമ്മൾക്ക് ജോലി കൊടുത്തോ മറ്റുള്ള നിലയ്ക്കോ സഹായിക്കാൻ പറ്റും. അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, പുറത്തും നമുക്ക് അതിന് കഴിയുമോ എന്ന് നോക്കും. അതാണ് ക്രോസ് മാർക്കറ്റ്. ഈ എന്താ പറയാ, സഹകരണ സംഘങ്ങളെ പോലെയുള്ള ഒരു മ്യൂച്വൽ ഹെൽപ്പ്. ഷെയർ ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ് ഇൻ ഫിറ്റ്നസ്, സ്പോർട്സ് ആൻഡ് ന്യൂട്രീഷൻ സയൻസസ്. അതായത് നൂതനമായ അറിവുകൾ അപ്പോൾ നമ്മൾ ഇത് ഷെയർ ചെയ്യുക, അതിന്റെ ഇവന്റ്സുകൾ കണ്ടക്ട് ചെയ്യുക. അതിൽ എന്താ പറയാ, ആ വക കാര്യങ്ങള് അത് നേരത്തെ പറഞ്ഞിരുന്നു, പല ഓർഗനൈസേഷന്റെയും പോരായ്മകൾ അത് തന്നെയാണ്. ഇത് ഒരു വോയേജ് ഓഫ് ഡിസ്കവറിയാണ്, നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കണം. അപ്പൊ അത് അപ്പോൾ അതിന്റെ മെമ്പർമാരിൽ എത്തിക്കുക പുത്തൻ അറിവുകൾ, പുത്തൻ സ്കിൽസുകൾ. പാർട്ടിസിപ്പേറ്റ് ഇൻ റിസർച്ച് ഇൻ ഇന്ത്യ ഇൻ ഫിറ്റ്നസ്, സ്പോർട്സ് ആൻഡ് ന്യൂട്രീഷൻ സയൻസസ്. ഇന്ത്യയിലും വിദേശത്തും ഒക്കെ നടക്കുന്ന ഈ രംഗത്ത് നടക്കുന്ന എന്താ പറയാ മാറ്റങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും അല്ലെങ്കിൽ ഗവേഷണങ്ങൾക്കും ഒക്കെ ഭാഗമാവുക. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഗായോ ഫിറ്റ്നസ് അക്കാദമി ഉള്ളത്. അതിന്നൊരു റിസർച്ച് കമ്പനിയായിട്ട് ഇത്തരം ടീമുകളുമായിട്ട് അല്ലെങ്കിൽ കമ്പനീസുമായിട്ട് അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായി അസോസിയേറ്റ് ചെയ്ത് ഈ എന്താ പറയാ കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമാവാനും അവരിൽ പങ്കാളിയാവാനും എങ്ങനെയൊക്കെ കഴിയും എന്നുള്ളതൊക്കെയാണ് ഈ ആഫ്സ്കോൺ പ്രോവിന്റെയും ഉദ്ദേശങ്ങളിലൊന്ന്. മെമ്പർ പ്രിവിലേജസ്. നമ്മൾ ഇതിൽ വരുന്ന മെമ്പർമാർക്കുള്ള മെമ്പർഷിപ്പ് എടുത്ത് മെമ്പർമാരാകുന്നവർക്കുള്ള പ്രിവിലേജസ് സാറ് പറഞ്ഞു, ഇതിൽ ആരെയും നിർബന്ധിക്കും. ഈവൻ ഗായോന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഒരാളെയും നിർബന്ധിക്കില്ല. സ്വമേധയാല് ഇതില് എന്താ പറയാ ഈ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വരുന്നവർക്ക് ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഇതിന്റെ ഭാഗമാവാനും ഇതിന്റെ പ്രിവിലേജസും ഇതിന്റെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കാളിയാവാൻ ആഗ്രഹിക്കുന്നവർക്ക് മെമ്പർഷിപ്പ് എടുക്കാം. കാരണം ഇതിന്റെ മെമ്പർഷിപ്പ് തന്നെയാണ് കൊണ്ട് മാത്രമാണ് ഇതിന്റെ ക്ഷേമവും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതില് എന്താ പറയാ നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ പരിരക്ഷ, ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഒരു കൊല്ലത്തെ ഇൻഷുറൻസ് കവറേജ്, മെഡിക്കൽ ആൻഡ് ആക്സിഡന്റ്, നേരത്തെ പറഞ്ഞു ഇൻഷുറൻസ് ആൻഡ് മെഡിക്കൽ കവറേജ് 1 ലക്ഷം രൂപ കവറേജ് വരുന്ന പരിരക്ഷ കൊടുക്കുന്നു. അത് ആദ്യത്തെ ഒരു കൊല്ലം ഇപ്പോഴത്തെ രീതി നമുക്ക് ഇത് ഒരു കൊല്ലം കഴിയുമ്പോൾ എങ്ങനെയാണ് ആഫ്സ്കോൺ പ്രോയുടെ പ്രവർത്തനം നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതൊരു പരീക്ഷണമാണ്. ഒരു നന്മയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു. ആരൊക്കെ പിന്തുണയ്ക്കും, എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ച് ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കൊല്ലം എന്തായാലും നമ്മൾ ഇതിന്റെ പ്രവർത്തനം വീക്ഷിക്കും. കാരണം ഇത് നല്ല സാമ്പത്തിക ബാധ്യതയുള്ള സംഭവമാണ് ഈ വക കവറേജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പൊ ആദ്യത്തെ ഒരു കൊല്ലം ഇതിൽ മെമ്പർ ആവുന്നവരുടെ ഇൻഷുറൻസ് പ്രീമിയം ഗായോ കൊടുക്കും. അവർ 1 ലക്ഷം രൂപ കവറേജ്, മെഡിക്കൽ ആക്സിഡന്റ്, അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനുള്ള കവറേജ് ഉൾപ്പെടെ ഉള്ള കവറേജ് ആണ് ഇതിൽ കൊടുക്കുന്നത് 1 ലക്ഷം രൂപയുടെ. അതുപോലെ തന്നെ ആ കവറേജ് കൊടുക്കുമ്പോ തീർച്ചയായിട്ടും അതിന് ഗായോയുടെ മെമ്പർഷിപ്പ് ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എക്സ്പയർ ആൾക്ക് കവറേജ് കിട്ടില്ല. അതുപോലെ ഇൻഷുറൻസ് കവറേജ് പോളിസി ഡോക്യുമെന്റ് അനുസരിച്ച് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്ന കാലാവധിക്കുള്ളിലും ആയിരിക്കണം. കാലാവധി കഴിഞ്ഞവർക്ക് കിട്ടില്ല. ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനി, അങ്ങനെ ഒരു നമ്മൾ ഏതൊരു ഇൻഷുറൻസ് കമ്പനിയിലും നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ അതിൻ്റെതായ ഡോക്യുമെന്റേഷൻ ഉണ്ട്. അവർ ചോദിക്കുന്ന ഡോക്യുമെന്റേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ആ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഇവിടെ ഒരു ലിങ്ക് സാർ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻഷുറൻസിന്റെ കവറേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള കൃത്യമായിട്ട് പറയാൻ പറ്റും. മാത്രമല്ല നമ്മളുടെ അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാഫുകൾ നമുക്കുണ്ടാവും. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവര് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നമ്മൾ പറഞ്ഞു, നമ്മൾക്ക് ഈ മേഖലയിൽ നിൽക്കണമെങ്കിൽ നമ്മളൊരു സർട്ടിഫിക്കേഷൻ എടുക്കുന്നതോടുകൂടി നമ്മളുടെ എന്താ പറയാ അറിവിന്റെ എല്ലാം പൂർത്തീകരണമായി ഉള്ള തോന്നലാർക്കും ഉണ്ടാവില്ല.
പ്രത്യേകിച്ച് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു, അതിന്റെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പുത്തൻ അറിവുകളും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഫ്രീ ആയിട്ട് ചെയ്യും. അതേ സ്ഥാനത്ത് സബ്സിഡിയിൽ ചെയ്യാവുന്ന, ഡിസ്കൗണ്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡിസ്കൗണ്ടിൽ ചെയ്യും. ഇതൊക്കെയാണ് ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് കിട്ടുന്ന പ്രിവിലേജുകളുടെ മറ്റൊരു ഭാഗം. നമ്മളിപ്പോ സാധാരണ ഒരു ചില ഇന്റർനാഷണൽ ഇവന്റ്സുകൾ, നാഷണൽ ഇവന്റ്സുകൾ, വർക്ക്ഷോപ്പ് ആയിക്കോട്ടെ മറ്റുള്ള കോഴ്സുകളായിട്ട് വരുന്നുണ്ടെങ്കിൽ പറ്റാവുന്ന, അതായത് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് 25% വരെ 50% വരെയുള്ള ഡിസ്കൗണ്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിലെ മെമ്പർമാർക്ക് പുറത്തുള്ളവരെ അപേക്ഷിച്ച്. അപ്പൊ ഇതിനകം തന്നെ ആഫ്സ്കോൺ പ്രോയിൽ 1900, അതായത് കോവിഡ് വന്ന് പ്രവർത്തനം നിലച്ചു പോയെങ്കിലും 1900 പേരാണ് ഓൾ ഓവർ ഇന്ത്യ ഇതിൽ മെമ്പർമാരായിട്ടുള്ളത്. 1000 പേര് ഗായോയിൽ നിന്നുള്ള 900 പേര് പുറത്തുനിന്നുള്ളവരാണ്. ഇനി ഒരു കോവിഡിന്റെ പ്രശ്നങ്ങൾ വരില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ. അതുകൊണ്ടാണ് ഇത് എല്ലാ സ്റ്റേറ്റിലേക്കും ഇനി വ്യാപിപ്പിക്കണം എന്നുള്ള ഉദ്ദേശവും കേരളത്തിലും അതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മളത് എന്താ പറയാ സജീവമായി രംഗത്ത് വരാൻ തീരുമാനിച്ചത്. ഈ ഇവന്റ്സുകളിൽ പങ്കെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആവശ്യക്കാർ മാത്രം പങ്കെടുത്താൽ മതി. കാരണം ഇതിലുള്ളവർ നിർബന്ധമായിട്ട് അത് ചെയ്തിരിക്കണം, അങ്ങനത്തെ ഒരു ഇതുമില്ല. തൊഴിൽ മെച്ചപ്പെടുത്താൻ ഇത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ട്രെയിനേഴ്സ് ആണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തൊഴിൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾക്ക് ഈ ആഫ്സ്കോൺ പ്രോവിന് നൽകാവുന്ന പ്രിവിലേജസ് തരും, എന്താ പറയാ, പരിരക്ഷകൾ തരും. സ്വീകാര്യമായവർ മാത്രം അത് അവൈൽ ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഫിറ്റ്നസ് ട്രെയിനർമാരുടെ ഒരു എന്താ പറയാ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഏറ്റവും നല്ലൊരു ഭാഗം എല്ലാ കൊല്ലവും സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ഒരു മത്സരം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നു. ആ മത്സരം നമ്മൾ ആദ്യമായിട്ട് ആണ് സംഘടിപ്പിക്കാൻ പോകുന്നത് കേരളത്തിൽ ഒക്ടോബർ മാസത്തിൽ. ആ മത്സരത്തിന്റെ പേര് ഫിറ്റ്നസ് പ്രൊഫഷണൽസ് ഓഫ് ദ എമിനന്റ് ഫിറ്റ്നസ് പ്രൊഫഷണൽ ഓഫ് ദ ഇയർ അവാർഡ് എന്നുള്ളതാണ്. സ്ത്രീക്ക് സെപ്പറേറ്റ്, പുരുഷന് സെപ്പറേറ്റ്. 3 ലക്ഷം രൂപ ആണ് നമ്മൾ അതിനു വേണ്ടി നീക്കി വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 3 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് മാത്രം. സ്ത്രീകളിൽ ബെസ്റ്റ് ഓഫ് 3 കിട്ടുന്നവർക്ക് 1 ലക്ഷം രൂപ വീതിച്ചു കൊടുക്കും, ആ ടൈറ്റിൽ വിന്നർ അടക്കം. അതുപോലെ തന്നെ പുരുഷന്മാരിൽ ബെസ്റ്റ് ഓഫ് 3 കിട്ടുന്ന ടൈറ്റിൽ വിന്നർ അടക്കം 2 ലക്ഷം രൂപ വീതിച്ചു കൊടുക്കും. ആ കോമ്പറ്റീഷൻ സിമ്പിളാണ്, പക്ഷെ അത് എല്ലാ എലിജിബിലിറ്റിയും വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പൊ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഫിറ്റ്നസ് ട്രെയിനർ ഏത് രീതിയിലായിരിക്കണം മിനിമം ഈ സ്റ്റാൻഡർഡൈസേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അയാളൊരു റോൾ മോഡലും കൂടി ആയിരിക്കണം ഈ പൊതുരംഗത്ത്, ഫിറ്റ്നസ് രംഗത്ത്, അല്ലെങ്കിൽ മറ്റു കായിക രംഗത്ത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന് ചില പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അതുപോലെ തന്നെ ഈ മത്സരം കൂടാതെ വേറെ പല മത്സരങ്ങളും ചിലപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്തു എന്ന് വരും ഈ ഫിറ്റ്നസിന്റെ ഭാഗമായിട്ടുള്ള അത്തരം ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ മെമ്പർമാരായിരിക്കണം. നിർബന്ധമായിട്ടും ഇതിൽ മെമ്പർഷിപ്പ് ഉള്ളവർ ആയിരിക്കണം ഈ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടത്. മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്കും പങ്കെടുക്കാവുന്ന ഇവന്റുകളുണ്ട്. ഇവന്റുകൾ നമുക്ക് രൂപം കൊടുക്കാൻ പറ്റും. ആദ്യം ഈ മത്സരങ്ങൾ കഴിയട്ടെ, എന്നിട്ട് ഇതിന്റെ പോക്കും കാര്യങ്ങളും അതിന്റെ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മറ്റ് ഇവന്റുകളും വേണമെങ്കിൽ നമ്മൾക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൽ ആർക്കും പങ്കെടുക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈവൻ മെമ്പർ അല്ലാത്തവർക്കും. 2023 അന്ന് കോവിഡ് മൂലം മാറ്റിവെച്ച പരിപാടികളിൽ ഈ പറയുന്ന 12 വേൾഡ് ഫേമസ്, നാഷണൽ ഫേമസ് ഫിറ്റ്നസ് ഗുരുകളുടെ എന്താ പറയാ പിലാറ്റസ്, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ, സ്പോർട്സ് ന്യൂട്രീഷൻ, ബോഡി ബിൽഡിംഗ്, ഗ്രൂപ്പ് എക്സസൈസ്, സ്പോർട്സ് സൈക്കോളജി, അങ്ങനെയുള്ള പല ഇവന്റുകളും നമ്മൾ 2020 പ്ലാൻ ചെയ്തത്. നമ്മൾ ഈ ഫെബ്രുവരി 2023 ഫെബ്രുവരി ഗോവയിൽ ഇന്റർനാഷണൽ ഇവന്റ്സ് ആണ്. ഇന്റർനാഷണൽ ഇവന്റ് അതിലേക്ക് ഓഡിയോ മ്യൂട്ട് ചെയ്യുക, ദയവേത് ഓഡിയോ മ്യൂട്ട് ചെയ്യുക. അതിന്റെ എൻട്രി ഫീ 50% വരെ ഡിസ്കൗണ്ട് ഉണ്ടാവും ഇതിലെ മെമ്പർമാർക്ക്. അതുമാതിരി തന്നെ ഇവന്റ് ഫ്രീ ഓരോ ഇവന്റിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഞാൻ ഇതിലൊരു കാര്യം വിട്ടുപോയെന്നൊരു സംശയം ഉണ്ടെന്ന് ചെക്ക് ചെയ്തോട്ടെ.
Government recognition. AFSCON Pro is working to obtain government recognition of fitness as health-related profession, which in turn may lead to tax benefits, lower loan interest rates, government benefits, etc. This is a profession. This health related. Government of India health department the health related professional ഇതിനെ ഒരു അംഗീകാരം നേടിയെടുക്കുക എന്നുള്ളതാണ് സാറിന്റെ ഏറ്റവും വലിയ ഇപ്പൊ നടക്കുന്ന പരിശ്രമം. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇപ്പൊ നമ്മൾക്ക് GST അപ്ലിക്കബിൾ ആണ്, നമ്മൾ കളക്ട് ചെയ്യുന്ന ഓരോ മെമ്പർഷിപ്പിനും. അതുപോലെ തന്നെ ആ ബെനിഫിറ്റ് ടാക്സ് ഫ്രീ ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഇതില് ലോൺ ആവശ്യമുള്ളവർക്ക് ചെറിയ ഇൻട്രസ്റ്റിന് ലോൺ എടുക്കാവുന്ന സൗകര്യങ്ങൾ ഉണ്ടാവും. അതുമാതിരി ഗവൺമെന്റിന്റെ, അതായത് ഇത് ഫിറ്റ്നസ് ഒരു തൊഴിലെന്ന് ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത്തരം അംഗീകൃത തൊഴിലുകൾക്ക് കൊടുക്കുന്ന എല്ലാ പ്രിവിലേജസും ഇതിനും കിട്ടും. അത് ആ ഒരു അംഗീകാരം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഈ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇപ്പൊ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എല്ലാ നിലയ്ക്കും ഇതിനൊരു ഉയർച്ചയും നിലവാരവും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള പല പദ്ധതികൾ രൂപപ്പെടുത്തും. will be shared with the members and associate members of implement equipments vendors. അതുപോലെ തന്നെ എന്തൊക്കെ സഹായങ്ങൾ, കൗൺസിലിംഗ്, അഡ്വൈസസ് ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വേണ്ടി വരുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ചർച്ചകൾക്കും കാര്യങ്ങൾക്കും വേദിയൊരുക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള മെമ്പർമാര് മറ്റ് ഏതെങ്കിലും ആളുകളുടെ ഇടപെടൽ മൂലം മറ്റു വെൻഡേഴ്സിന്റെ, അതായത് ഒരു എക്യുപ്മെന്റ്സ് കമ്പനി ഇതിലുള്ള ആർക്കെങ്കിലും ഒരു സാധനം കൊടുത്തു, അവര് ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവര് എന്തെങ്കിലും പ്രശ്നം, അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്ത് ഹെൽപ്പ് നമുക്ക് അങ്ങനെ അവരെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യയിൽ കൊള്ളാവുന്ന നല്ല സർവീസ് നടത്തുന്ന ടീമുകളെ ആരൊക്കെയെന്ന് കണ്ടെത്തി അവരെ റെഫറൻസ് കൊടുക്കാൻ പറ്റും. ഒരു കമ്മീഷൻ ഏജന്റായിട്ടും നമ്മൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു നയാ പൈസ അതിന്റെ പേരിൽ ഒരു കമ്മീഷൻ ഏജന്റായിട്ട് പറയുന്നത് ജസ്റ്റ് റെഫറൽ മാത്രം കൊടുക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കാലങ്ങളായിട്ട് ഈ രംഗത്ത് മേന്മ തെളിയിച്ചിട്ടുള്ള, സർവീസ് ക്വാളിറ്റി തെളിയിച്ചിട്ടുള്ള ആളുകളുടെ ചില ആൾക്കാർ പുതുതായിട്ട് ഈ രംഗത്ത് വരുമ്പോൾ പല അബദ്ധങ്ങളിലും പോയി പെടാറുണ്ട്. ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ ചെന്ന് പെട്ടിട്ട് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കേണ്ടി. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് എന്ത് സഹായങ്ങൾ ഇതിൽ നിന്നുകൊണ്ട് ഇതിലുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കും, ശ്രമിക്കും. നമ്മളിപ്പോ എന്താ പറയാ, ഒരു കമ്പനിയുടെ റെഫർ ചെയ്തു, പക്ഷെ ആ കമ്പനിയുടെ വാറണ്ടി ഗ്യാരണ്ടി ഒന്നും ആ റെഫറൻസിന്റെ ഭാഗമായി ഈ ആഫ്സ്കോൺ പ്രൊക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. പക്ഷെ എന്താ പറയാ, ബോധ്യമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. ബാക്കിയൊക്കെ എന്താ പറയാ, ബയർ ബി എവയർ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പേടിക്കുന്ന ആളുടെ ഉത്തമ ബോധ്യത്തിനനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മളെ കേരളത്തിലെ കോണ്ടസ്റ്റിന്റെ ഇത് പറയുന്നത് നേരത്തെ പറഞ്ഞു, വുമൻസ് കാറ്റഗറി എമിനന്റ് വുമൻസ് ഫിറ്റ്നസ് ട്രെയിനർ ഓഫ് ദ ഇയർ അവാർഡ് 2022 ഇതായിരിക്കും. കേരള എമിനന്റ് വുമൻസ് ഫിറ്റ്നസ് ട്രെയിനർ ഓഫ് ദി ഇയർ അവാർഡ് 2 കാറ്റഗറിയിൽ ഒരു കാറ്റഗറി ഇതാണ്. രണ്ടാമത്തെ കാറ്റഗറി കേരള എമിനന്റ് മെൻസ് ഫിറ്റ്നസ് ട്രെയിനർ ഓഫ് ദി ഇയർ അവാർഡ്. പ്രൈസ് മണി 3 ലക്ഷം രൂപ മൊത്തം കൊടുക്കും. 1 ലക്ഷം രൂപ സ്ത്രീകൾക്ക്, ബെസ്റ്റ് ഓഫ് 3 ടൈറ്റിൽ അടക്കം കിട്ടുന്നവർക്ക് 2 ലക്ഷം രൂപ, ബോയ്സിന് പുരുഷന്മാർക്ക്. അവാർഡ്സ്, സർട്ടിഫിക്കറ്റ്, സ്കോളർഷിപ്പ്, അങ്ങനെ എന്താ പറയാ നേട്ടങ്ങൾ വരിക്കുന്നവർക്ക് നമ്മൾക്ക് സ്കോളർഷിപ്പായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ട് എന്തൊക്കെ തരത്തിൽ അവർക്ക് ഡിസ്കൗണ്ടുകൾ, അതുപോലെ തന്നെ സഹായങ്ങൾ കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൂടി ഉണ്ടാവും. മത്സരത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാം മീൻസ് ഇവന്റുകൾ. എന്തൊക്കെയാണ് ഈ മത്സരത്തിൽ വരുന്നത്? ഈ മത്സരത്തിൽ പുരുഷന്മാർക്ക് വരുന്ന, അതായത് എലിജിബിലിറ്റി കണ്ടീഷൻസ്, മസ്റ്റ് ബി ഫിറ്റ് വിത്ത് നോ മെഡിക്കൽ കണ്ടീഷൻസ്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളവരാവരുത്. മസ്റ്റ് ബി മിനിമം ഏജ് ഓഫ് 18 ഇയേഴ്സ് ആസ് ഓൺ സെപ്റ്റംബർ 15, 2022. 2022 സെപ്റ്റംബർ 15 തീയതികൾക്ക് 18 വയസ്സ് തികഞ്ഞവരായിരിക്കണം. ക്വാളിഫയിങ് റൗണ്ട്സ് വയ വീഡിയോ റെക്കോർഡിംഗ് സ്ക്രൂട്ടനൈസ്ഡ് ബൈ ജഡ്ജസ്. ഇതിന്റെ ക്വാളിഫയിങ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന
വുമൺ കാറ്റഗറിയിലും മെൻ കാറ്റഗറിയിലും പറയുന്ന എക്സസൈസുകള് ആ ക്വാളിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം പറ്റിയെന്ന് പറ്റില്ല. പക്ഷെ ചിലതിൽ ചിലപ്പോൾ പറ്റില്ലെങ്കിലും മറ്റു ചിലതിൽ മികച്ചൊക്കെ നിൽക്കണമെങ്കിൽ കുറച്ചൊക്കെ ചിലപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാം ക്വാളിഫൈ ചെയ്യുന്നവർക്ക് എന്നായിരിക്കും അതിൻ്റെതായ എലിജിബിലിറ്റി കൂടുതൽ. അപ്പൊ ഇതാണ് ഇതിന്റെ എലിജിബിലിറ്റി മാർക്കുകൾ. വുമൺ എലിജിബിലിറ്റി മാർക്ക്, മെൻ എലിജിബിലിറ്റി മാർക്ക്. അത് പരിശോധിക്കുന്നത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കണം. അതിന്റെ സാമ്പിൾ ഞാൻ ആവശ്യപ്പെട്ടവർക്കൊക്കെ ഞാൻ കൊടുത്തു. അഡ്മിൻ ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നു ആരൊക്കെയാണ് ആവശ്യമുള്ളത്. അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പരിശീലിപ്പിക്കാനായിട്ട് ഇതിന്റെ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സാമ്പിൾ വീഡിയോ, ഡെമോ വീഡിയോ ആവശ്യക്കാർക്ക് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് ടെലഗ്രാമിൽ കൂടെ ആണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കൂടെ ആവശ്യക്കാർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അവരുടെ സ്റ്റുഡൻസിനോ ട്രെയിൻ ചെയ്യാം. നല്ല കഴിവും പ്രാപ്തിയും അത്യാവശ്യം ബേസിക് നോളജും ഉള്ളവർക്ക് വിൻ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. സിമ്പിൾ ആണ്. നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെന്നിന് വരുന്നത് എല്ലാ കാറ്റഗറിക്കും മത്സരങ്ങൾ സെയിം ആണ്, വുമണിനും മെന്നിനും. പക്ഷെ അതിന്റെ ക്വാളിഫയിങ് മാർക്കുകളിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഡെഡ് ലിഫ്റ്റ് ബോഡി വെയിറ്റിന്റെ 1.5 ഇരട്ടി, സ്ക്വാട്ട് ഈക്വൽ ടു ബോഡി വെയിറ്റ്, ബാർബൽ ബെഞ്ച് പ്രസ് 0.7, അതായത് ഏകദേശം ബോഡി വെയിറ്റ് 3/4 കനം ബെഞ്ച് പ്രസ് ചെയ്യാൻ പറ്റുന്നത്. പുഷപ്പ് 30 റെപ്സ് വിത്ത് 1 മിനിറ്റ് വിത്തൗട്ട് ബ്രേക്ക്. ക്രഞ്ച് സിറ്റപ്സ് 15 റെപ്സ് വിത്ത് 1 മിനിറ്റ്. ഈ ക്രഞ്ച് സിറ്റപ്സ് ഈ പറഞ്ഞ പോലെ അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ആ വീഡിയോയിലുണ്ട്. 15 റിപ്പീറ്റേഷൻ 1 മിനിറ്റിനുള്ളിൽ 15 റിപ്പീറ്റേഷൻ മാത്രമാണ്. സ്റ്റോർക്ക് ടെസ്റ്റ്, ഒരു കാലിൽ നിന്ന് കണ്ണടച്ച് നിൽക്കുന്ന ബാലൻസ് ടെസ്റ്റ്. അത് 2 കാലും നോക്കും, ആ ബാലൻസ് ടെസ്റ്റ്. എന്നിട്ട് അതിൽ എന്താ പറയാ, രണ്ട് കാലിന്റെ ആവറേജ് നോക്കിയിട്ടാണ് അത് കണക്കാക്കുക. ഒരു കാലിൽ മാത്രമല്ല, 2 കാലിലും കണ്ണടച്ച് നിൽക്കുകയും വേണം. ബാലൻസ് ടെസ്റ്റ്. പിന്നെ എൻട്രൻസ് ടെസ്റ്റ്, അത് മിനിമം 1.5 കിലോമീറ്റർ 10 മിനിറ്റിനുള്ളിൽ 1.5 കിലോമീറ്റർ കവർ ചെയ്യുന്നതാണ് മെൻസിനെ സംബന്ധിച്ച് ട്രെഡ്മില്ലിൽ. അതാണ് എൻട്രൻസ് ടെസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. നേരത്തെ നമ്മൾ 12 മിനിറ്റ് ചെയ്യാനുള്ള സ്റ്റാമിന ചിലപ്പോൾ എല്ലാവർക്കും കിട്ടുക. കൂപ്പർ ടെസ്റ്റിന് 12 മിനിറ്റ് ആണ്. പക്ഷെ നമ്മൾ 10 മിനിറ്റിൽ 1.5 കിലോമീറ്റർ കവർ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയിരിക്കുന്നത്. ഫ്രീ സ്കോട്ട്, അതായത് ഫ്രീ സ്കോട്ട് എല്ലാവർക്കും അറിയാം. പലരും സിറ്റപ്സ് എന്നാണ് ഇപ്പോൾ അതിനെ പറയാം. സിറ്റപ്സ് അല്ല, ഫ്രീ സ്കോട്ട്. ഫ്രീ സ്കോട്ട് തൈസ് ബിലോ പാരലൽ വിത്ത് പ്രോപ്പർ ഫോം 50 റെപ്സ് ഇൻ 2 മിനിറ്റ്സ്. 2 മിനിറ്റിനുള്ളിൽ 50 റെപ്സ് ചെയ്യുന്നത്. സിപ്പർ ടെസ്റ്റ് ഷോൾഡർ ഫ്ലെക്സിബിലിറ്റി ടെസ്റ്റ് ആണ്. മിനിമം ന്യൂട്രൽ, നോ പ്ലസ് നോ മൈനസ്. അതായത് കൈ എന്താ പറയാ, ഒരു കൈ മേലെ കൂടെ ബാക്കിലോട്ട്, മറ്റേ കൈ അടിയിൽ കൂടെ ഇട്ടിട്ട് 2 കൈയും തമ്മിൽ ഇതിലെന്താണ് കൊടുത്തിട്ടുള്ളത്, മിനിമം ന്യൂട്രൽ, നോ പ്ലസ് നോ മൈനസ്. അതായത് ഈ രീതിയിൽ മുട്ടി നിൽക്കണം, കയറി നിൽക്കണം എന്നില്ല. ക്വാളിഫിക്കേഷൻ ഇട്ടാ കയറി നിൽക്കണം എന്നില്ല. അതുപോലെ തന്നെ അകന്ന് നിൽക്കാനും പാടില്ല. കയറി നിൽക്കണോണ്ട് വിരോധമില്ല, അത് പ്ലസ് പോയിന്റ് ആണ്. പക്ഷെ മിനിമം മുട്ടി നിൽക്കണം. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ നോ പ്ലസ് നോ മൈനസ്. വിട്ടു നിൽക്കാനും പാടില്ല, എന്നാൽ അകന്ന് നിൽക്കാം, കുഴപ്പമില്ല. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ മധ്യത്തിൽ വരുന്നത്, അതാണ് മിനിമം. സിപ്പർ ടെസ്റ്റ് കഴിഞ്ഞാൽ സിറ്റ് ആൻഡ് റീച്ച്, ഇരുന്നു കൊണ്ട് കാല് മുട്ടിക്കുന്നതാണ്. അതിനെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഡേവിസ് ടെസ്റ്റ്, അത് നമ്മുടെ കോർ സ്റ്റെബിലിറ്റി സ്ട്രെങ്ത് അളക്കുന്ന ഒരു ടെസ്റ്റാണ്. ഫുൾ പാങ്കിൽ 36 ഇഞ്ച് വിഡ്ത്തിൽ നിന്നിട്ട് നമ്മൾ പുഷപ്പ് ചെയ്യാൻ നിൽക്കുന്ന പൊസിഷനിൽ നിന്നിട്ട് 2 കൈകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ടച്ച് ചെയ്യുന്ന ഇതാണ്. അതുപോലെ തന്നെ അനാട്ടമിക്കൽ അസസ്മെന്റ് റൗണ്ട്, അതായത് ഒരു ട്രെയിനർ, ചില ട്രെയിനർമാർ ഉണ്ട്, പല ട്രെയിനർമാരും വയറ് ഭയങ്കരമായിട്ട് കൂടുതൽ ചാടിയ വയർ, കുമ്പയോട് കൂടിയത്. അതുമാതിരി തന്നെ ഹൈലി ഫാറ്റ് ആയിട്ടുള്ള പൊണ്ണത്തടിമാർ, അതൊക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ. ഒരു മിനിമം റോൾ മോഡൽ എന്ന നിലയ്ക്ക് ഒരു ഒതുങ്ങിയ ശരീരം, വലിയ മസിൽ, 6 പാക്ക്, ഇതൊന്നും ഇവിടെ ഒരു ക്രൈറ്റീരിയ അല്ല. അപ്പൊ അത് അറിയാനായിട്ട് അയാൾക്ക് വയറ് തള്ളിയ ഒരാളല്ല, ചാടിയ വയറുള്ള ആളല്ല, ഒരു ഒതുങ്ങിയ അരക്കെട്ടു. ഫിറ്റ്നസിന്റെ സിമ്പിൾ ആണല്ലോ അത്, അരക്കെട്ടു. അതേമാതിരി എന്താ പറയാ, പൊണ്ണത്തടി, ഒബീസിറ്റി ഉള്ള ആളല്ല എന്ന് കാണിക്കാനായിട്ട് അത് 4 റൗണ്ട് അനാട്ടമിക്കൽ അസസ്മെന്റോ ഒരു പോസിങ്ങോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. പിന്നെ വൈവ ക്വസ്റ്റ്യൻസ്,
സിമ്പിൾ ആയിട്ടുള്ള വെരി വെരി സിമ്പിൾ. ഒരു ട്രെയിനർ ആയിരിക്കും ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കും ഫൈനൽ റൗണ്ടിൽ വരുന്നത്. അത് ഫൈനൽ റൗണ്ടിൽ മാത്രമേ ഉള്ളൂ, ക്വാളിഫിക്കേഷൻ റൗണ്ടിലില്ല. അതുമാതിരി തന്നെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ഉണ്ടാവും, 50 ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത്. അതൊക്കെ നേരത്തെ കഴിക്കും. അതൊക്കെ മിക്കവാറും ഓൺലൈനിലോ അല്ലെങ്കിൽ നേരിട്ടുള്ള എക്സാമിനേഷൻ രീതികളിലോ വെച്ച് നമ്മൾ ചെയ്യും. ഇതൊക്കെയാണ് ഇതൊന്നും ഈ പരീക്ഷകളൊന്നും എന്താ പറയാ അത്ര വലിയ കടുപ്പോ കാര്യങ്ങളോ ആയിരിക്കുമെന്ന് പേടിച്ച് പിന്മാറേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഈ വക കാര്യങ്ങൾ അതുമാതിരി ലേഡീസിനും ഇതൊക്കെ തന്നെയാണ് ടെസ്റ്റുകൾ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അളവുകളിൽ വ്യത്യാസമുണ്ട്, അളവുകളിലും അതിന്റെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസമുണ്ട്. അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്റ്റഡി ചെയ്യാൻ പറ്റും. എന്നിട്ട് സംശയങ്ങളുണ്ട് താല്പര്യമുള്ളവർക്ക് എന്താ പറയാ, ഇത് കേരളത്തിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ മത്സരം എന്ന നിലയ്ക്കും അതിൽ പങ്കാളിയാവുക, അതിലൊരു പങ്കാളിത്തം തന്നെ വലിയൊരു ഇമേജും ക്രെഡിബിലിറ്റിയും ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതിന് ശ്രമിക്കുക താല്പര്യമുള്ളവർ. എല്ലാവർക്കും എല്ലാം ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കുക. എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഫൈനലിലേക്ക് മുമ്പ് ഇതിന് സെലക്ട് ചെയ്തിട്ട് ഇതിനൊരു ജഡ്ജസ് പാനൽ ഉണ്ടാവും. ആ ജഡ്ജസ് പാനൽ ഈ വീഡിയോ നോക്കി പരിശോധിച്ചിട്ട് ഒരു സെമി ഫൈനൽ വെക്കും. സെമി ഫൈനൽ നേരിട്ടൊരു സെമി ഫൈനൽ വെച്ച് അതിൽ നിന്നൊരു എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് അനുസരിച്ച് മാക്സിമം ആണുങ്ങൾ 20 പേരും പെണ്ണുങ്ങൾ 10 പേരെ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾക്ക് ആ ദിവസം നമുക്ക് കൈകാര്യം ചെയ്യും. അതിന് ആദ്യത്തെ മത്സരമായതുകൊണ്ടും അനുഭവം കുറവുള്ളത് കൊണ്ടും നമ്മൾക്ക് അത് ചടുലമായ രീതിയിൽ പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പഴുതുകളില്ലാതെ, കാര്യമായ പഴുതുകളും പ്രശ്നങ്ങളും ഇല്ലാതെ അത് ഭംഗിയായി തീർക്കാവുന്ന രീതിയിൽ രാവിലെ തുടങ്ങിയ വൈകിട്ട് അവസാനിക്കുന്ന തരത്തിലേക്ക് ആയിരിക്കണം ഇത് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ 2 വിഭാഗത്തിൽ നിന്നും കൂടി 30 പേരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ള മാക്സിമം ക്വാളിഫൈ ചെയ്ത് അത്രയും പേരുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആ സെമി ഫൈനലിനാവും അതിലേക്ക് എടുക്കുക. ചിലപ്പോൾ അതിനേക്കാൾ കുറവ് ആളുകളുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ തീരും. അന്ന് നമ്മൾ വേറെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്ന് ഉള്ള 2 പ്രൊഫഷണൽസുകൾ ഉണ്ടാവും. അതിലൊരാളുടെ ഷോ ഉണ്ടാവും. മിക്കവാറും അത് മിസ് ഒളിമ്പിയ 6 തവണ അതിൽ കൂടുതലോ മറ്റൊക്കെ നേടിയിട്ടുള്ള ലണ്ടാ മുറ ആയിരിക്കാം. കാരണം അത് ഈ സമയത്ത് തന്നെ നമ്മളൊരു ബോഡി ബിൽഡിംഗ് സിമ്പോസിയം വെക്കുന്നുണ്ട് ആ മാസങ്ങളിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും അവരെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഇന്റർനാഷണൽ ഒരു എന്താ പറയാ ഒരു ആംബിയൻസ് ഉള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒക്ടോബറിൽ നടക്കുന്ന ഈ പരിപാടിക്ക്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. അത് മാത്രമേ ഇതിൽ നമുക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കാരണം പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് കുറച്ചും കൂടിയും അതിൻ്റെ ഒരു എന്താ പറയുക നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആദ്യം എന്ന നിലയ്ക്ക് നിങ്ങൾ ഇതിന്റെ എല്ലാ ക്വാളിഫിക്കേഷനും കവർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ വരാൻ പറ്റൂ. നിങ്ങൾ ട്രൈ ചെയ്യാം, എന്നിട്ട് നോക്കുക. ചിലപ്പോൾ ആൾക്കാർ വളരെ കുറവൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടും. ചിലതിൽ പരാജയപ്പെട്ടാലും ചിലതിൽ മികച്ചു നിന്നാലും ചിലപ്പോൾ കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരും. അപ്പൊ ഇവിടെ നമ്മൾ ഈ എന്താ പറയാ ഇതിൽ മെയിനായിട്ട് ഒരു മിനിറ്റ് സെപ്റ്റംബർ 16-ാം തീയതിയാണ് ഇപ്പൊ നമ്മൾ ടെന്റേറ്റീവ് ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ കോമ്പറ്റീഷൻ എൻട്രി ഫീസ് പുരുഷന്മാർക്ക് 1000 രൂപയും ഗേൾസിന് 750 രൂപയാണ് കോമ്പറ്റീഷൻ ഫീ ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്, അതിൽ പരിഗണനയിലുള്ളത്. ഈ ഫൈനൽ റൗണ്ട് കോമ്പറ്റീഷനിൽ നേരത്തെ പറഞ്ഞ ഇപ്പൊ ഇത് എന്തൊക്കെയാണ് നമ്മളിവിടെ പരീക്ഷിക്കപ്പെടുന്ന ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ്, എയറോബിക് എൻഡുറൻസ്, ഫ്ലെക്സിബിലിറ്റി, ലോക്കൽ മസ്കുലർ എൻഡുറൻസ്, ലിമിറ്റ് സ്ട്രെങ്ത്. ഇതില് അതായത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട്, ബെഞ്ച് പ്രസ്. അത് 1 റെപ്പ് മാക്സിമം ആണ് നോക്കുന്നത്. ഒറ്റ റിപ്പീറ്റേഷൻ ചെയ്യാവുന്ന ടെസ്റ്റ് ആണ് 1 റെപ്പ് മാക്സിമം. അതാണ് ലിമിറ്റ് സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനൊരു ഫോർമുല ഉണ്ട്. അവിടെ കൂടുതൽ വെയിറ്റ് എടുത്ത ആള് എല്ലാം അവിടെ വിൻ ചെയ്യാം. പകരം റിലേറ്റീവ് പെർ kg ബോഡി വെയിറ്റ് മസിൽ സ്ട്രെങ്ത് നോക്കിയിട്ടാണ്. അത് വിൽസ് ഫോർമുലയുടെ അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. ഫൂഡി എനിക്കൊരു അമീറാണെന്ന് തോന്നുന്നു. അമീർ ഒന്ന് മ്യൂട്ട് ചെയ്യേ, ഓഡിയോ മ്യൂട്ട് ചെയ്യേ. ഓക്കെ, അപ്പൊ വിൽസ് ഫോർമുല. അപ്പൊ ഏറ്റവും കൂടുതൽ വെയിറ്റ് എടുക്കാനുള്ള റിലേറ്റീവ് മസ്കുലർ സ്ട്രെങ്ത് നോക്കിയിട്ട് പെർ kg ബോഡി വെയിറ്റ് മസിൽ സ്ട്രെങ്ത് നോക്കിയിട്ടാണ് വിൽസ് ഫോർമുലയുടെ അടിസ്ഥാനത്തിന്. അപ്പൊ കൂടുതൽ വെയിറ്റ് അല്ല, ചിലപ്പോൾ അത് കുറഞ്ഞ വെയിറ്റോ മീഡിയം വെയിറ്റോ ബോഡി വെയിറ്റോ ഉള്ള ആളായിരിക്കും ചിലപ്പോൾ അതിൽ കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്യും.
ഒളിമ്പിക് ബാർബർ സ്ക്വാട്ട്, ഒളിമ്പിക് ബാർബർ ഫ്ലാറ്റ് ബെഞ്ച് പ്രസ്, ഒളിമ്പിക് ബാർബർ ഡെഡ് ലിഫ്റ്റ്, പിന്നെ അനാട്ടമിക്കൽ അസസ്മെന്റ്, വിവാബോസ്. ഇതൊക്കെയാണ് അല്പം നമ്മുടെ ബേസിക് നോളേജ് ഒരു ട്രെയിനർക്ക് ഉണ്ടാവണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഒരു തിയറി ആൻഡ് മൾട്ടിപ്പിൾ തിയറി ക്വസ്റ്റ്യൻസ്, തിയറി എക്സാമിന്റെ കാര്യം സാറിനോട് കാണിച്ചിട്ടില്ല. പക്ഷെ അത് ചർച്ചയിൽ ഉണ്ടായിരുന്നു. അത് സാറിന്റെ അടുത്ത് ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്ത് സാറ് വരുമ്പോൾ അത് ഉണ്ടായിരിക്കുമെന്നാണ്. കാരണം 50 മൾട്ടിപ്പിൾ ചോയ്സ് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആണ് സാർ പറഞ്ഞത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സാറിന്റെ അടുത്ത് ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒരു രത്നച്ചുരുക്കം. എനിക്ക് തോന്നുന്നത് ഇത് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു. ദിലീപ് സാർ, ഇനി ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം. ഇതുവരെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു ആശയം, അല്ലെങ്കിൽ ഈ ഒരു സംരംഭം, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന ഇത് ഷെയർ ചെയ്യാം. കാരണം ഇത് ഞങ്ങൾക്ക് ഒരു പണിയില്ലാത്തത് കൊണ്ട് ഒരു ഇടപാടുമായിട്ട് കാശി അടിച്ചു മാറ്റാനുള്ള ഒരു ഇടപാടുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ള തോന്നല് ഇതിൽ ആർക്കെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്ത് നാടിന്റെ ക്രമം അങ്ങനെ പറഞ്ഞിട്ട് കാര്യം, നാട്ടിൽ നടക്കുന്ന പലതും അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റം പറയാനൊന്നും പറ്റൂല. പക്ഷെ തുറന്നു പറയാം, ഓപ്പൺ ആയിട്ട്, ഫ്രം ദി ബോട്ടം ഓഫ് അവർ ഹാർട്ട്. അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാവും ഇതുമായിട്ട്. നിങ്ങൾക്ക് വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ പരിപാടി നോക്കണം. നമുക്ക് ഒരുപാട് സമയം വേറെ ആവശ്യമുണ്ട് പല കാര്യങ്ങളും, അതിന് തന്നെ തികയുന്നില്ല. പക്ഷെ എന്തെങ്കിലും നല്ല കാര്യം ഈ രംഗത്ത്, ഇതൊരു മാന്യതയുള്ള തൊഴിലാണെന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു അംഗീകാരം മേടിച്ചെടുക്കുകയും അതിന്റെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുക എന്നതാണ് നമ്മളുടെ ആത്യന്തിക ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ പിന്തുണ തന്നാൽ കുറച്ചും കൂടി എളുപ്പമായി, ഇല്ലെങ്കിൽ വഴിമുട്ടി നിൽക്കേണ്ടി വരും. ഇനി ഇക്കൊല്ലം ഇവന്റ് നമ്മൾ നടത്തിയിരിക്കും ഒക്ടോബറിൽ. അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് നല്ല കാശ് ചെലവുണ്ട്. ഇപ്പൊ പറഞ്ഞു കേട്ടിടത്തോളം നിങ്ങൾക്ക് അറിയാലോ, ചെറിയ കാശ് കൊണ്ട് തീരുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതിന് ഒരു പറ്റിയ ഹോള് തന്നെ നമ്മളിപ്പോ ഇതുവരെ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പ്രോഗ്രാം നടത്താൻ പറ്റിയ ഹോളും അതിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ളത് വേണം. അപ്പൊ അത് തന്നെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സങ്കല്പിക്കാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാർ. ദിലീപ് സാർ, ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലാരിഫൈ ചെയ്യാം, ഫീഡ്ബാക്ക് തരാം. സാർ, ലെറ്റ് മീ സ്റ്റോപ്പ് ദിസ് വീഡിയോ. Sharing. Hello, Sharing. Okay. Good afternoon, sir. Good afternoon. Good afternoon. Sir, രഞ്ജു ആണ് സർ. രഞ്ജു പറ. സാറിന് വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എന്നുവെച്ചാൽ ഫിറ്റ്നസ് ഫീൽഡിൽ ആദ്യമായിട്ടൊരു ഇങ്ങനൊരു സംഭവം നമ്മൾ കേൾക്കുന്നതും. ഞാൻ 25 വർഷമായിട്ട് ഫിറ്റ്നസ് ഫീൽഡിൽ ഉള്ള ആളാണ്. അപ്പൊ നമുക്ക് വളരെ ഫ്രഷായിട്ട് വളരെ ഒരു നല്ല കാര്യം വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യ ബോധം ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് ഒരുമിച്ച്. സാർ പറഞ്ഞ തൊഴിലെന്നുള്ള രീതിയിൽ നമ്മൾ ഫിറ്റ്നസ് സംഗതി വരെ കണ്ടിട്ടില്ല ആരും. അപ്പൊ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ സാർ പറഞ്ഞ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇക്കാര്യത്തിൽ. ഞങ്ങൾ പൂർണ്ണമായിട്ടും അതായത് ഇന്ന് പഴയ മാതിരിയല്ല. ഇന്ന് വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കാലമാണ്. ഇന്ത്യ മുഴുവൻ, ലോകമെങ്ങും, ഇന്ത്യയിലുള്ളവർ പുറത്തും പോയി ചോദിച്ചു. അപ്പൊ ഇതൊരു വലിയൊരു തൊഴിൽ മേഖലയായി മാറും. പക്ഷെ ഈ തൊഴിൽ മേഖല ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അതാണ് ഇതിന്റെ മറ്റൊരു ലക്ഷ്യം. ഇത് അംഗീകരിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, ഒരു തൊഴിലാളി എന്നുള്ള, ഇന്ത്യ രാജ്യത്ത് പണിയെടുക്കുന്ന ഒരു തൊഴിലാളി എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ ഒരു മാന്യതയും അതുപോലെ തന്നെ ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും അതിന് നമ്മള് അതിന് ശ്രമിക്കാം. നമുക്ക് എല്ലാവരും ഒപ്പം നിന്ന് നമുക്ക് അതിന് ശ്രമിച്ച് നേടിയെടുക്കാൻ പറ്റും. മിനിസ്ട്രിയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മുഖേന തന്നെയാണ് നമ്മൾ അതിന് ശ്രമിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ്. ഗുഡ് ആഫ്റ്റർനൂൺ, നവാസ് ആണ്. നവാസ്, വെൽക്കം, പറഞ്ഞോളൂ. സാറേ, ഇതിന്റെ നമ്മളിപ്പോ ഗായ ഫിറ്റ്നസ് അക്കാഡമിയുടെ സ്റ്റുഡൻസിന് മെമ്പർഷിപ്പ് ഫീയോ അല്ലെങ്കിൽ വേറെ പുറത്തുള്ള ഫിറ്റ്നസ് ട്രെയിനേഴ്സിന് അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് ഇങ്ങനെ മെമ്പർഷിപ്പ് ഫീയോ മന്ത്ലി ഫീ അങ്ങനെ ഇയർലി ഫീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? ഇപ്പൊ മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗായോ ഫിറ്റ്നസ് അക്കാദമിയിൽ ഉള്ളവർക്ക് 1750 ആണ് മെമ്പർഷിപ്പ് ഫീ. പുറത്തുള്ളവർക്കാണെങ്കിൽ 2250 സാർ. പുറത്തുള്ളവർക്ക് 2250. അതുപോലെ തന്നെ ഈ റിന്യൂവൽ, കൊല്ലമുള്ള റിന്യൂവല്, അത് 1000 രൂപ ഗായോ ഫിറ്റ്നസ് അക്കാദമിയിലുള്ളവർക്കും 1500 രൂപ. അതുപോലെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഇത് അയച്ചു തരാം.
1250 1500 അങ്ങനെയാണ് പുറത്തുള്ളവർക്ക്. അത് വേണമെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് അടയ്ക്കാവുന്ന സൗകര്യം ചെയ്തു തരാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിട്ട് അടയ്ക്കാവുന്ന സൗകര്യം ചെയ്തു തരാം. കാരണം ഒരുമിച്ച് ചിലപ്പോൾ വല്ല ദാരിദ്ര്യം വിഷമങ്ങളും കഷ്ടപ്പാടുള്ള സമയത്താണ് അതിന്റെ റിന്യൂവൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബാധ്യതയും ബുദ്ധിമുട്ടായിട്ട് ഇതിൽ റിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാതിരിക്കാനായിട്ട് ക്വാർട്ടർലി 3 അല്ലെങ്കിൽ 4 ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ 2 ഭാഗങ്ങളായിട്ട് ഒക്കെ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ അടയ്ക്കാനുള്ള സൗകര്യം സാറിന്റെ അടുത്ത് ചോദിച്ചു വേണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം. പക്ഷെ ഫസ്റ്റ് മെമ്പർഷിപ്പ് 1 ഇയർ തന്നെയാണ് ആദ്യം എടുക്കണം. പിന്നീട് റിന്യൂവലിന്റെ കാരണം നമുക്ക് ഇതിന് കുറച്ച് ചെലവുണ്ട്. നമുക്ക് ഇത് അഡ്മിനിസ്ട്രേഷൻ ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓഫീസ് സ്റ്റാഫ് കാര്യങ്ങൾ, അങ്ങനെ പല ചെലവുകളും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് ഫണ്ട് ഇല്ലാതെ നമുക്ക് ഈ ഇത് മുന്നോട്ട് പോവില്ല. അപ്പൊ ഫസ്റ്റ് മെമ്പർഷിപ്പ് എന്തായാലും ആ ലംസം തുക തന്നെ കൊടുക്കാം. ഗായോന്റെ മെമ്പർമാരാണെങ്കിൽ അങ്ങനെ, പുറത്തുള്ളവർക്കാണെങ്കിൽ അങ്ങനെ. ഓരോരുത്തരും മെമ്പർമാരാകുന്നവരെ ഫസ്റ്റ് പ്രീമിയം ഗായമാണ് കൊടുക്കുന്നത്. ഇൻഷുറൻസ് പ്രീമിയം. അടുത്തത് സമയം കളയണ്ട, ഓരോരുത്തർക്ക് ചോദിക്കാം. ബഷീർ സർ. രാജൻ. സർ, വളരെ സന്തോഷം സാർ. ഇത്രയും വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. സാറിന് ആ ഒരു എല്ലാവിധ ഏറ്റവും അഭിനന്ദിക്കുന്ന സാർ തന്നെയാണ്. കാരണം ഇത്രയും കാലം നമ്മൾ ഫിറ്റ്നസ് ഫീൽഡിൽ ഇങ്ങനൊരു സംഘടന രൂപപ്പെട്ട് ഇത്രയും വൈകിയല്ലേ സങ്കടമുള്ളൂ. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും തരുന്നു, എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുണ്ട് സാർ. സാജാൻ, ഇതിൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾക്ക് എനിക്ക് 10-60 വയസ്സ് കഴിഞ്ഞു, സാറ് 10-70 വയസ്സിന്റെ അടുത്തേക്ക് എത്തുന്നു. അപ്പൊ നമ്മൾ ഈ രംഗത്ത് നിന്നിട്ട് ജീവിച്ചു പോണ ആൾക്കാരുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് നമ്മൾ ശ്രമിക്കെങ്കിലും ചെയ്തു. ശ്രമിച്ച് പരാജയപ്പെട്ടെ, പിന്തുണ ഇല്ലാതെ മാത്രമേ പരാജയപ്പെടുള്ളൂ. പക്ഷെ നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ് മാത്രം എടുക്കാമെന്ന ആളുകൾ ആവാതെ, അതായത് ഫിറ്റ്നസിൽ നിന്ന് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്, ഫാമിലി ബെനിഫിറ്റുകൾ മാത്രം എടുക്കാവുന്ന ആളുകളായി മാറാതെ, പകരം ഇനിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് എന്ത് കഴിയുന്നുള്ള ഒരു ശ്രമം നടത്തുന്നു, ഒരു അറ്റംപ്റ്റ്. വിജയിക്കില്ല നമുക്കറിയില്ല, നമ്മൾ ശ്രമിക്കും. സാറന്മാരും ദിലീപ് സാറുമാരുടെ ആളുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വളരെ സന്തോഷം. ഹൃദയപൂർവ്വം വളരെ എല്ലാവിധ സപ്പോർട്ടും നമ്മളെ ഭാഗത്തുണ്ടാവും. സാർ പറഞ്ഞ അത് വിത്തൗട്ട് ഇനി നിങ്ങൾ പറഞ്ഞ സാർ ആദ്യം ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു പൊളിറ്റിക്സോ അല്ലെങ്കിൽ മതരാഷ്ട്രീയ ഭേദഗതിയോ ഒന്നുമില്ലാതെ നമ്മളെല്ലാവരും ഇതിനുവേണ്ടി ഒരുമിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ഉണ്ടാവണം. എന്നാലേ ഇത്, കാരണം ഇത് ഇത്രയും വൈകി പോയാലേ നമുക്ക് സങ്കടം. ഇത്രയും വർഷം എടുത്തല്ലോ ഇങ്ങനെ ഒരു സംഘടന രൂപപ്പെട്ട് വരാൻ. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. എന്തായാലും വളരെ സന്തോഷം സാറേ. ഒന്നാമത് ഇതിന്റെ ആശങ്ക കൊണ്ടാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് തുനിഞ്ഞാൽ വഴി കേൾക്കേണ്ടി വരും. ഇത് ഫണ്ടടിച്ച് മാറ്റാവുന്ന എന്താ പറയാ മണി മേക്കിംഗ് റാക്കറ്റ് ആണെന്നുള്ള അപരാധം കേൾക്കാനുള്ള ഭയമാണ് ഒന്നാമത്. മനസ്സിലുണ്ടോ? ഇതിന്റെ നല്ല വശങ്ങളെ കുറിച്ചല്ല. ഇപ്പൊ ദിലീപ് സാർ പറഞ്ഞു, തുടക്കത്തിൽ നമ്മള് ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ നമ്മൾ സ്കോളർഷിപ്പുകൾ അവിടെ വിതരണം ചെയ്തു. സിംഗിൾ നയാ പൈസ. അന്നൊരു 5 ലക്ഷം രൂപ നമുക്ക് മൊത്തം ചെലവാ. മൊത്തം ചെലവാണ് നമുക്ക് ആ പരിപാടിക്ക്. ഒരു സിംഗിൾ നയാ പൈസ ഒരാളിൽ നിന്ന് പിരിച്ചിട്ടില്ല. പക്ഷെ എപ്പോഴും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് അപ്പൊ അതൊന്നും ആരും പറയില്ല. പക്ഷെ മെമ്പർഷിപ്പ് കാര്യങ്ങളും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ കള്ളന്മാരാവും. നമ്മൾ കള്ളനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അജണ്ട ഇന്ന പോലെ തെറ്റിദ്ധരിക്കുക. അപ്പൊ അതുകൊണ്ടുള്ള ഭയമായിരുന്നു. പക്ഷെ ആ ഭയം എന്താ പറയാ നേരിടാൻ തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. അത് നടക്കണമെങ്കിൽ നടക്കട്ടെ. ഇനി ശ്രമിച്ചില്ല എന്നാരും പറയില്ലല്ലോ. Sir, I think you may be knowing, remembering Mr. Sajan, our first or second is Sabat. Yes, from Kannur. I remember this young man. We had done our one course in his gym practical. Yes, Kannur. I remember that. In Kannur, no? Kannur. Yes, I remember him. It's a nice gym. On the first floor, no? It's on the first floor, I think. Okay. പിന്നെ ഇതിന്റെ പുറത്തുള്ള ഇപ്പൊ റഹീമിനെ പോലുള്ള മസ്കറ്റില് അങ്ങനെ റഹീം ഉള്ളത്, പുറത്തുള്ളവർക്കും ഇതിന്റെ ഈ ഇൻഷുറൻസ് പരിരക്ഷമാണ്. പക്ഷെ അഡീഷണൽ പ്രീമിയം കുറച്ച് കൂടുതൽ വരും പുറത്തുള്ളവർക്ക്. അത് പിന്നീട് അറിയിക്കാൻ താല്പര്യം ഉള്ളവർ പറഞ്ഞാൽ മതി. അവർക്കും അവിടെ അതിന്റെ പരിരക്ഷ കിട്ടുന്ന രീതിയിൽ ഇതിൽ ചെയ്യാൻ പറ്റും. അതിൽ യാതൊരു സംശയവുമില്ല. I think you would have told them probably. See, our insurance policy will be only for India. But if they pay that additional premium for international insurance coverage, suppose I am paying, association is paying, let us say 1,000 rupees for the premium. They may have to pay only 200 rupees more for coverage in UAE, Qatar, whatever it is. But that international insurance gives them a better job prospect. Yes.
സാറ് പറഞ്ഞത് ഇപ്പൊ ഇവിടെ പ്രീമിയം ആയിട്ട് അപ്രോക്സിമേറ്റ്ലി ടാക്സ് അടക്കം ഒക്കെ വരുന്നത്. നേരത്തെ കോവിഡിന് മുന്നേ ആകെ 250-300 രൂപ അടക്കേണ്ടതാണ്. ഇപ്പൊ 1000 രൂപയുടെ അടുത്ത് ടാക്സ് അടക്കം വരുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇന്ത്യയിലുള്ളവർക്ക് 1000 രൂപ പ്രീമിയം ആയിട്ട്, ഇന്ത്യക്ക് പുറത്ത് വരുന്നത് 1200 രൂപ അല്ലെങ്കിൽ 1300 രൂപ. അപ്പൊ 200-300 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇൻഷുറൻസ് കവറേജ് കിട്ടും. ഈ കമ്പനിയുടെ തന്നെ അവിടെ ഇൻഷുറൻസ് കവറേജ് കിട്ടും. അവിടെ ഉള്ള ബെനിഫിറ്റ് തന്നെ, പുറത്ത് ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്കുള്ള സാധ്യതയും കൂടുതലാണ്. അതാണ് സാറ് പറഞ്ഞത്. കാരണം അവിടെ ഫിറ്റ്നസ് ട്രെയിനേഴ്സിന് ഇൻഷുറൻസ് കവറേജ് നിർബന്ധമാണ്. പല വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിർബന്ധമാണ്. അപ്പൊ അധികം വൈകാതെ തന്നെ അത് മറ്റ് സ്ഥലങ്ങളിലേക്കും വരും, യാതൊരു സംശയമില്ല. See, even in UAE or Qatar, even if you have reps, e-reps, whatever, if there are 2 trainers with good certificate, the trainer who's insured will get a better job. Yes. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് 2 കൂട്ടരും ഈക്വൽ ആണ്. ഇന്റർവ്യൂ ഒരുവിധം ഏകദേശം ഈക്വൽ ആയിട്ട് മികച്ചു നിൽക്കുന്നു സ്കോറിംഗിൽ. അവിടെ ഒരു ഇൻഷുറൻസ് കവറേജും കൂടിയുള്ള ട്രെയിനർ ആണെങ്കിൽ അവർക്കായിരിക്കും പ്രിഫറൻസ് കൂടുതൽ കിട്ടുക. കാരണം അയാൾ എല്ലാ വശങ്ങളും എന്താ പറയാ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് അതൊരു വലിയൊരു ഗ്രേസ് മാർക്ക് തന്നെയാണ് അത്തരം കാര്യങ്ങൾ. അതുമാതിരി തന്നെ അഡീഷണൽ വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നതും അതുപോലെ ഒരു ഗ്രേസ് ഉള്ളൊരു സംഭവമാണ്. അതൊക്കെ ഈ പുറത്ത് പോകുന്ന ആളുകൾക്ക് അത് വലിയ ഗുണങ്ങൾ ചെയ്യാറുണ്ട് പലപ്പോഴും കണ്ടിട്ടുള്ളത്. നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ക്ലാരിറ്റി മത്സരവുമായി ഈ മത്സരം നല്ല രീതിയിൽ ആക്കി തീർക്കാനുള്ള എല്ലാ പിന്തുണയും വേണം. നിങ്ങളുടെ അണ്ടറിൽ കുറച്ച് ആളുകളെ നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കണം. അവര് എക്സലന്റ് ആവട്ടെ നോൺ എക്സലന്റ് ആവട്ടെ, ഇതിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കുക, വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു തരാൻ നോക്കുക. മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ തന്നെ എല്ലാം ചിലപ്പോ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പറഞ്ഞോളൂ. വൃന്ദ സാറയാണ്. വൃന്ദ പറ. സാർ, ഫുൾ ടൈം ഇത് ജോബായിട്ട് കൊണ്ട് നടക്കുന്ന ഞാനൊക്കെ ഒരുപാട് ഈ ഒരു പുതിയൊരു പ്രാരംഭത്തിനെ ഞാൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതായത് ഫുൾ ടൈം ജോബാണ്, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അസോസിയേഷൻ വേണോന്നുള്ളത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്, പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തോടെ ഇതിനെ ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഓൾ കേരള ആണോ അതോ ഓൾ ഇന്ത്യ ആണോ വരുന്നത് പാർട്ടിസിപ്പേഷൻ? ഇപ്പൊ ഇത് ഓൾ കേരള. ഇവിടെ നിന്ന് വിൻ ചെയ്യുന്നവർക്ക് ഐ തിങ്ക് ദിസ് ഇയർ വി വിൽ കണ്ടക്ട് ഓൾ ഓവർ ഇന്ത്യ ചാമ്പ്യൻഷിപ്പ്. കറക്റ്റ് സർ? Yeah, see, this year what we are doing is Kerala is the first one. Second will be Assam. Third will be Maharashtra, and probably by December we'll finish West Bengal. At least 4 states will do. And then in February we will have sorry, in February when another international guru comes to teach, that time we'll have the All India finals. Okay. ഇപ്പൊ നമ്മള് കേരളത്തിലുള്ള മത്സരം നടത്തുന്നു. ആൾറെഡി ഇതുപോലെ 4-5 സ്റ്റേറ്റിൽ മത്സരം നടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. ഡിസംബർ ജനുവരിയോട് കൂടി ഓൾ ഇന്ത്യ ലെവലിലുള്ള മത്സരവും ഈ സ്റ്റേറ്റുകളിൽ നിന്ന് ഉള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യാനാണ് ഇപ്പോഴത്തെ ധാരണയും തീരുമാനം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടാവുമോ സാർ? പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് now provided at what level? At the state, district level, or the state and national? See, now for example, now let us say this year we are doing it on video. Qualifying rounds are being done on video. Am I right? Yes. Next year onward we'll actually conduct the classification at each district level. This year we don't have time. So this year we will give participation to all the finalists. If there are 20 finalists in women and 20 in men, all will get that they have entered the final round. Then you have third, fourth, runner up, second runner up, first runner up, and then the winner. So they'll all get all the participants will get a certificate. Plus we will see where we can help get a scholarship. Now there's another interesting, probably you should tell these people. Somebody from Blended 5 last batch, I have selected him as a master trainer. He's going to teach yoga on our behalf now. So there are a lot of things that can come up out of a competition. It is not just a certificate. Maybe Vrinda, right? I find Vrinda so good in her work. Probably I'll take her as select as a master trainer. She can teach on our behalf. So certificates will be there. Don't worry. Participation certificates all will get.
the winner, the second runner-up, first runner-up, and second runner-up will get certificates from that point of view. First runner-up, second runner-up. So yes, all will get certificates. Okay, sir. Thank you. Thank you. Next year when we do the qualifying rounds in each district, at that level also we will give certificates. But this year it's only finals. ഇപ്പൊ നമ്മുടെ ഒരു ഷോർട്ട് ടൈമിൽ ആണ് ഇതെല്ലാം തീരുമാനിക്കുന്നതുകൊണ്ട് നമുക്ക് ഡിസ്ട്രിക്ട് ലെവൽ കോർഡിനേറ്റ് ചെയ്യാനുള്ള നമ്മൾക്ക് അവിടെ യൂണിറ്റുകളില്ല. അതുപോലെ തന്നെ ഓരോ ജില്ലയിൽ നിന്നും എത്ര പേര് പങ്കെടുക്കുന്നതിനെ കുറിച്ചൊരു മുൻധാരണ നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഡിസ്ട്രിക്ട് ലെവലിൽ മത്സരം നടത്താതെ പകരം വീഡിയോ റെക്കോർഡിങ്ങിലൂടെ ക്വാളിഫയിങ് റൗണ്ട് പരിശോധിച്ചുകൊണ്ട് നമ്മൾ സെമി ഫൈനൽ നടത്തുന്നു. സെമി ഫൈനൽ കഴിഞ്ഞാൽ ഫൈനലിലേക്ക് വരും. ഫൈനലിൽ പങ്കെടുക്കുന്ന ഇത് മാക്സിമം 20 ബോയ്സും 10 ഗേൾസും മൊത്തം 30. ആ 30 പേർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. നെക്സ്റ്റ് ഇയർ മുതൽ ഇത് നല്ല രീതിയിൽ ഒരു അംഗീകാരം കിട്ടി എല്ലാ ജില്ലയിൽ നിന്നും പാർട്ടിസിപ്പൻസ് വരുന്ന സ്ഥിതിക്ക് നമ്മൾ ജില്ലാ വൈസ് കോമ്പറ്റീഷൻ തന്നെ നടത്തും. അവിടെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ജില്ലാ അടിസ്ഥാനത്തിലും കൊടുക്കും. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. ഓക്കെ. ഹലോ സാർ. ഷബീർ അലി സാറേ, അത് നമ്മളെ മെമ്പർമാർ മാത്രമാണോ ഇതിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുക? ഈ മത്സരത്തിൽ ഈ ഫിറ്റ്നസ് എമിനന്റ് പ്രൊഫഷണൽ അവാർഡ് ഫോർ ദ ഇയർ എന്ന് പറയുന്ന മത്സരത്തിൽ മെമ്പർമാർക്ക് മാത്രം തന്നെ പറ്റുള്ളൂ, മെമ്പർഷിപ്പ് ഉള്ളവർക്ക് പറ്റുള്ളൂ. അതല്ലാതെ ഇതിന് അഡീഷണൽ ആയിട്ട് വേറെ പല മത്സരങ്ങളും പിന്നീട് വരാം. ഇതല്ലാതെ ആഫ്സ്കോണിന് പല മത്സരങ്ങളും വേണമെങ്കിൽ ഫിറ്റ്നസിന്റെ ഭാഗമായിട്ട് തന്നെ വേണമെങ്കിൽ നടത്താം. പക്ഷെ അതിൽ മെമ്പർമാരല്ലാത്തവർക്കും പങ്കെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നമ്മൾ നേരത്തെ ഉള്ള സ്ലൈഡിൽ പറഞ്ഞിരുന്നു. ഈ മത്സരം ഇതൊരു ക്രെഡിബിലിറ്റി, എന്താ പറയാ, റെപ്യൂട്ടഡ് മത്സരമാണ്. ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ഒരു മത്സരം നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായ പ്രാധാന്യം ഈ മെമ്പർമാർക്ക് തന്നെ ആയിരിക്കണം വേണ്ടത്. അപ്പൊ നമ്മളെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്ത കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ? പിന്നെന്താ, അവര് ഫിസിക്കൽ കൾച്ചറുള്ള ആളായ മതി. ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങളുടെ ലെറ്റർ മതി, നിങ്ങളുടെ ജിമ്മിന്റെ ലെറ്റർ മതി. ദിസ് ഈസ് അവർ സ്റ്റുഡന്റ്, ദിസ് ഈസ് അവർ പാർട്ടിസിപ്പന്റ്. ആ ലെറ്റർ മതി. ഒരു ഡോക്യുമെന്റ് വേണം. വെറുതെ റോട്ടി പോകുന്ന ആൾക്കാർക്ക് വന്നിട്ട് പങ്കെടുക്കാൻ ഡോക്യുമെന്റ് വേണം. സ്പോർട്സ് ഫെഡറേഷന്റെ, സ്പോർട്സ് അസോസിയേഷന്റെ, യൂണിവേഴ്സിറ്റിയുടെ, കോളേജിന്റെ, ജിമ്മിന്റെ ഒരു ഡോക്യുമെന്റ് മതി. ഓക്കെ സാർ. എന്തായാലും വെറുതെ റോഡിൽ കൂടെ പോകുന്ന ഒരാൾ ഇത് ചെയ്യൂല. കാരണം ഓൾറെഡി എനിക്ക് തോന്നുന്നത് ഇത്രയും ഫിറ്റ്നസ് ട്രെയിനർമാരുണ്ടെങ്കിൽ തന്നെ വളരെ തുച്ഛം കുറഞ്ഞ പേര് മാത്രമായിരിക്കും ഇതിൽ പങ്കെടുക്കാന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. നമ്മളിപ്പോ അത് ട്രയൽ നോക്കിയപ്പോ തന്നെ എന്താ പറയാ, ഞാൻ വിചാരിച്ചു വിനുവിനെ കൊണ്ട് ഞാൻ ചോദിച്ചത്, വിനു പോപ്പുലർ ആയിട്ടുള്ള ഇവൻ ഏഷ്യൻ റെക്കോർഡ് ഹോൾഡർ പുഷപ്പില്. ചിലതൊന്നും വിനുവിന് തന്നെ ബുദ്ധിമുട്ട് തോന്നി. വിനുവിന് തന്നെ ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ എല്ലാം ചിലപ്പോൾ ക്വാളിഫൈ, ഞാൻ പറഞ്ഞു എല്ലാം ക്വാളിഫൈ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു വിന്നറാവാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ക്വാളിഫൈങ് റൗണ്ടിലേക്ക് എത്തിക്കോളുന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്യേ, എന്നിട്ട് വീഡിയോ അയച്ചതായും എങ്ങനെ നോക്കാലോ. ഓക്കെ സാർ, എന്തായാലും പരമാവധി ശ്രമിക്കുന്നുണ്ട്. Shabir, how is your arm? Shabir had injured his arm. Shabir Ali, our Calicut second. I know. He had injured his arm. How is his arm now it is okay. He has most ambitions to participate, but he is afraid of coming back that injury back. I know, but that's why I'm asking how it is now. I know he had told me he had an injury. He is trying to participate, sir. Good. We want young men like him there. Very service oriented man, very kindness man. So that's good. So any other questions that we have? ഉണ്ടെങ്കിൽ വേഗം സാറിന് ഒരുപാട് പണിയുണ്ട്. നമ്മളെ പോലെ അല്ല, ഒരുപാട് ഇന്ത്യ മുഴുവനും കോഴ്സ് നടത്തുന്നതാണ്. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല എന്താ പറയാ, നേവി, എയർഫോഴ്സ് പോലുള്ള പല അക്കാദമീസുമായിട്ടും പല ഓർഗനൈസേഷനുമായിട്ടും സാറിന് ടൈപ്പ് ഉണ്ട്, കോഴ്സുകളും കാര്യങ്ങളും. അപ്പൊ അത് കാരണം ഒരുപാട് തിരക്കും മീറ്റിങ്ങുകളാണ്. ഇന്നലെ തന്നെ 6-7 മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ അരമണിക്കൂറാണ് എനിക്ക് സമയം കിട്ടിയത് സാറായിട്ടുള്ള മീറ്റിംഗിന്. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പോൾ ഫ്രാൻസിസ് പറഞ്ഞു. നമ്മളിപ്പോ ഈ കോമ്പറ്റീഷനിൽ നമ്മള് അച്ചീവ് ചെയ്യണ ആൾക്കാര് ഇപ്പൊ ഇത്രയും സാധനങ്ങൾ, ഇത്രയും വർക്ക്ഔട്ട്സ് അല്ലെങ്കിൽ ഇത്രയും എൻഡ്യൂറൻസ് ടെസ്റ്റ് എല്ലാം പാസ് ഔട്ട് ചെയ്യണ ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുന്നതാണോ പറഞ്ഞത്? അച്ചീവ്മെന്റ് സർട്ടിഫിക്കറ്റ്, ഐ മീൻ പാസ്റ്റ് ദ അച്ചീവ്മെന്റ്. അതായത് ടൈറ്റിൽ വിന്നർ, മനസ്സിലായി ഞാൻ പറഞ്ഞുതരാം. അതായത് ഗേൾസിന്റെ കാറ്റഗറിയിൽ ടൈറ്റിൽ കിട്ടുന്ന, അവാർഡ് കിട്ടുന്ന ടൈറ്റിൽ വിന്നർക്ക് ടൈറ്റിൽ വിന്നർ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതിൽ തന്നെ ഫസ്റ്റ് റണ്ണറപ്പ്, സെക്കൻഡ് റണ്ണറപ്പ് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതുകൂടാണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഫൈനലിൽ വരുന്ന 30 പേരുണ്ടെങ്കിൽ 30 പേർക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് വേറെയും കിട്ടും. ഓക്കെ. അപ്പൊ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ ടെസ്റ്റുകൾ മുഴുവനും വിൻ ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അങ്ങനെയാണോ? അതായത് ഫൈനൽ റൗണ്ടിൽ ഇപ്പൊ ഇതിന്റെ കോമ്പറ്റീഷൻ എങ്ങനെ വരിക നമുക്കറിയില്ല. വീഡിയോസ് വരുമ്പോൾ അറിയുള്ളൂ എത്ര പേര്. എല്ലാം 12-13 ആയിട്ടുണ്ട്. സാർ, തിയറി എക്സാംസ് വിൽ ബി ദർ, മൾട്ടിപ്പിൾ ചോയ്സ്?
simple basic. See, every fitness professional is like RPL exam. Yes. If you look at the Skills India RPL exam, it is meant for people who are no certificate. Yes. But if you want to become a fitness professional, fitness trainer, even if you do not want to do certificate course, at least that much information you should have. Otherwise, he is danger to the clients. No? Yes, So we will ask yes. very simple, basic questions. Very simple, basic questions. Okay. Why we need theory exam? To test the knowledge is one thing. More important, if the answer is correct, he will get 100 out of 100. If the answer is wrong, he will not get. He'll get 0 marks. So it is objective. There's nobody can say, he's Dilip's friend or Basheer sir's friend or Prashant's friend. So multiple choice question exam adds a little bit of objectivity to it. That's all. And it's also to encourage fitness trainers. See, everybody cannot have the money or the time to become a fitness trainer. But if you want to become a fitness trainer without certificate, a basic knowledge should be there. The name of the muscles, for example. Why the muscle becomes big, it's okay, forget it. At least the name of the muscle you should know. So we all just want to know that they got minimum basic knowledge. You know. Yes. സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതായത് ഇതിൽ എല്ലാവരും സർട്ടിഫിക്കേഷൻ എടുത്തവർക്ക് മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ കണ്ടീഷൻ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സും ഫിസിക്കൽ ടെസ്റ്റുകളും ഫിറ്റ്നസ് ടെസ്റ്റുകളും എല്ലാം പാസ്സായി ക്വാളിഫൈ ചെയ്തു ഫൈനൽ റൗണ്ടിൽ എത്തി. പക്ഷെ അയാൾ ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ള അവാർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്കൊരു ബേസിക് നോളേജ് വേണ്ടേ? അപ്പൊ ആ ബേസിക് നോളേജ് ഇല്ലാത്തവരാണ് ടൈറ്റിൽ കൊണ്ട് പോകുന്നത്. അതിനൊരു വിരോധാഭാസം ഉണ്ട്. അത് വരാതിരിക്കാൻ മിനിമം അയാൾക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഈ RPL ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്ന പോലെ RPL മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ചില സിമ്പിൾ ഓറൽ വൈവ ക്വസ്റ്റ്യൻസും ആണ്. അപ്പൊ അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, എസ്പെഷ്യലി ഇത് ഫസ്റ്റ് കോമ്പറ്റീഷൻ കാരണം ഒട്ടും ടൈറ്റ് ഉണ്ടാവില്ല, ഒട്ടും സങ്കീർണമായിരിക്കില്ല, സിമ്പിൾ ആയിരിക്കും. RPL പങ്കെടുത്തവർക്ക് അറിയാം അത് അത്ര ബുദ്ധിമുട്ടുള്ള എക്സാം അല്ല. അപ്പൊ അതുപോലെ കാരണം അയാൾക്കൊരു മിനിമം യോഗ്യത വേണ്ട. സർട്ടിഫിക്കറ്റ് നമ്മൾ ഇവിടെ ഒരു എലിജിബിലിറ്റി വെച്ചിട്ടില്ല. അതുകൊണ്ട് അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാറ് പറഞ്ഞത്. അപ്പൊ അതുദ്ദേശിക്കുന്നത് മിനിമം ഇപ്പൊ ചില മസിലുകളുടെ പേരായിരിക്കും ചോദിക്കുക, അത് എവിടെയാണെന്ന് ചോദിക്കും. അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാണ്ട് വല്ലാണ്ട് നിങ്ങളുടെ ഫിസിയോളജി, അനാട്ടമി, കൈൻസിയോളജി അങ്ങനെയുള്ള സങ്കീർണമായ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളെ ചോദിച്ച് കഷ്ടപ്പെടുത്തില്ല. സാർ ഒരു ഡൗട്ട് ഉണ്ട്. ഹലോ, പറഞ്ഞോളൂ. സാറേ, ഈ ഫിറ്റ്നസ് പ്രൊഫഷണൽസ് ഒക്കെ മിക്കുള്ളവരും ബോഡി ബിൽഡേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ കോമ്പറ്റീഷന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ഡോപ്പ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ നാച്ചുറലി തന്നെ ചെയ്യണോ, അല്ലെങ്കിൽ അണ്ടർ മെഡിസിനിലാണെങ്കിലും സൈക്കിളിലാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അതിനെ കുറിച്ച് ഒരു വ്യക്തതയൊന്നും പറഞ്ഞില്ല. നല്ല ചോദ്യം. ഇതില് ബോഡി ബിൽഡിങ്ങിന്റെ ഒരു ക്രൈറ്റീരിയ ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് സ്റ്റിറോയിഡ് എടുക്കേണ്ട ഒരു ആവശ്യത്തിൽ വരും. നാച്ചുറൽ തന്നെ മതി ധാരാളം. കാരണം ഇവിടെ സിക്സ് പാക്ക് നോക്കുന്നില്ല, പ്രൊപ്പോർഷൻ നോക്കുന്നില്ല, മസിൽ വോളിയം നോക്കുന്നില്ല, ക്വാളിറ്റി നോക്കുന്നില്ല, ഷേപ്പ്. വയറ് ചാടിയ ആളാവരുത്, ഒരു പൊണ്ണത്തടിയനാവരുത്. അതിന് മാത്രം ഒരു 4 അനാട്ടമിക് അസസ്മെന്റ്. അതിന്റെ സ്റ്റിറോയിഡ് നത്തിങ്, അതിന്റെ ആവശ്യമില്ല, നോട്ട് അറ്റ് ഓൾ. നാച്ചുറൽ, അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. 10 പൈസ നിങ്ങളുടെ നാച്ചുറൽ കഴിവ് മതി, അല്പം ബേസിക് നോളജും മാത്രം മതി. നാച്ചുറൽ ടെസ്റ്റ് ആണിത്. ഒരു സ്റ്റിമുലൻസിന്റെ ആവശ്യമില്ല, കാശ് കളയണ്ട. സപ്ലിമെന്റ്സ് നല്ല പ്രോപ്പർ ഫുഡിന് സപ്ലിമെന്റ്സ് പോലും ഇല്ലാണ്ട് ചെയ്യാവുന്നതുള്ളൂ. സാർ അതെങ്ങനെ അറിയും? ഇപ്പൊ നമ്മളിപ്പോ നമ്മളിവിടെ നാച്ചുറൽ ആണ് അൺനാച്ചുറൽ ആണ് ടെസ്റ്റ് ഒന്നും ഇല്ല. സ്റ്റിറോയിഡ് എടുക്കണമെങ്കിൽ എടുത്തോ, അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. അത് ഇറ്റ് ഈസ് അപ് ടു ദം. പക്ഷെ സ്റ്റിറോയിഡ് എടുത്തോണ്ട് മാത്രം ഒരാൾക്ക് കൂടെ ഒന്നും വിജയിക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ പറയുന്ന ബേസിക് നോളജും വൈവ ക്വസ്റ്റ്യൻസും. പിന്നെ മാത്രമല്ല, ഇത് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇത് എല്ലാവർക്കും അത്ര അങ്ങോട്ട് പാസ്സായി വരാൻ എളുപ്പമില്ല നവാസെ. See, it's very simple. Just because somebody has taken steroids and has got a big body doesn't make him a better fitness trainer. Yes. Correct? Because see that it has been designed with a lot of thought. This entire test, a bodybuilder may not be able to have good aerobic endurance. Fitness, there are 16 types of fitness. Bodybuilding is not fitness. Kabaddi, wrestling, badminton, tennis, cricket, they're all bodybuilding. They are sports. They are not fitness. But I can be a marathon runner, I can be fitness trainer. You can be bodybuilder, I can be fitness trainer. Correct? That is how it works. So this test is to see an all-rounder, not just muscles. It is like a decathlon. അതായത് decathlon പോലെ 10 ഇവന്റിൽ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാണ് അവിടെ. ഇന്നത്തെ ഫിറ്റ്നസ് ട്രെയിനേഴ്സിന്
എസ്പെഷ്യലി സ്റ്റിറോയിഡ് ഒക്കെ എടുത്ത് മസിൽ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇതിൽ പല ടെസ്റ്റും ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. നവാസ് പേടിക്കേണ്ട അതിനെ പറ്റി, നാച്ചുറൽ ആയിട്ട് വന്നോളൂ. Remember one thing, I'll give some example just for information. I know Phil Heath fairly well. I'm not into bodybuilding, but I know Phil Heath very well. Why did he take bodybuilding? Because he could not become a professional basketball player. Can you imagine? Phil Heath is bodybuilding legend, but he wanted to become a basketball player. So what does it mean? They have all-round capabilities. That is how then they choose. So fitness is something like that. You need to have little bit of everything. So that is what our thing is. We are looking for a fitness professional, not bodybuilding professional. We are quite different. We are not competing with bodybuilding associations. We are not doing bodybuilding competition. Like that, Lenda Murray, who will come to Thrissur on October 14, 15, 16. I'm giving the dates to you guys. October 14, 15, 16. Friday, Saturday, Sunday, Lenda will be in Thrissur. You talk to her and see what she will say. That fitness comes first. On that level, foundation of fitness, and you build your sport. Basketball, bodybuilding, wrestling, running. So it's a very interesting cheer. They're very interested by the kind of competition we are doing. In America, they don't have this kind of a competition. Yes. നവാസ്, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള മെസ്സേജ് നമ്മൾ ഈ രാജ്യത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഫിറ്റ്നസ്? നിങ്ങളെ പഠിപ്പിച്ചിട്ട്, നിങ്ങൾ നമ്മുടെ അക്കാദമിയിൽ പഠിച്ചിട്ടുള്ളവർക്ക് എന്താണ് ഫിറ്റ്നസിന്റെ ഇൻഗ്രീഡിയൻസ്, എലിമെന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു 6-7 എലിമെന്റ്സ് മിനിമം വേണം. നമ്മൾ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, അതിന്റെ ഫിറ്റ്നസ് അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട്, അതുകൂടെ ചെയ്യിക്കുന്നു, അത്രേ ഉള്ളൂ. ഇത് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാതെ എന്താന്നുള്ളത്. പക്ഷെ എത്ര പേർക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? പഠിച്ച നിങ്ങളിൽ പലർക്കും അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഫിറ്റ്നസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഇമ്പ്രൂവ് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യാം. അത് സംസാരത്തിന് മാത്രമല്ല, പ്രസംഗത്തിന് മാത്രം പോരാ, പ്രാവർത്തികമാക്കുന്ന നിലയിലേക്ക് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന എന്റെ ഭാഗമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഈ കോമ്പറ്റീഷൻ. ഓക്കെ സാർ. സർ, ഗുഡ് ആഫ്റ്റർനൂൺ. പ്രശാന്ത് പറ. എന്തായാലും ഇപ്പൊ ഈ ഒരു പ്രൊഫഷനില് എന്നെ ഈ പ്രൊഫഷനിലേക്ക് കൊണ്ടുവന്ന ഒരാളെന്ന് പറയുന്നത് മിസ്റ്റർ സാജനാണ്. കണ്ണൂരിന്ന് 2010 ആക്ച്വലി ഇത്തരം സർട്ടിഫിക്കേഷൻസ് ഉണ്ടെന്നും സർട്ടിഫൈഡ് ട്രെയിനേഴ്സിന് ഒരുപാട് സ്കോപ്പ് ഉണ്ടെന്നും പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ എന്താണെന്ന് പറഞ്ഞു തന്നൊരു വ്യക്തി സാജനാണ്. ഓക്കെ, സോ അവിടെ നിന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം നമ്മൾ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമുണ്ട്, ബോഡി ബിൽഡേഴ്സ് ആയിട്ടും പല അത്ലറ്റിക് ഐറ്റംസിനും അല്ലെങ്കിൽ പല ഇവന്റ്സിനും എല്ലാം തന്നെ കോമ്പറ്റീഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു പ്രൊഫഷനിൽ ഒരു ബെസ്റ്റ് ട്രെയിനർ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എന്താണ് എന്നതിനുള്ളൊരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു കോമ്പറ്റീഷൻസോ ഒന്നും തന്നെ ഇത്രയും കാലം നടത്തിയിട്ടില്ല. അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ദിലീപ് സാറും ബഷീർ സാറിനും എല്ലാവിധ അഭിനന്ദനങ്ങളും. എനിക്കൊരു ഈ ഒരു ഇത്രയും നേരം ഈ സെമിനാർ അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഈ കോമ്പറ്റീഷനുമായിട്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട്, ദാറ്റ് മീൻസ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ്, അവർക്കൊരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സാറിന് ഒരു ഫോമിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനെ കൂടുതൽ ക്ലാരിറ്റി കൊടുക്കുന്ന രീതിയിൽ അതിനകത്തുള്ള കോമ്പറ്റേറ്റീവ് ഐറ്റംസിന് ക്ലാരിറ്റി കൊടുക്കുന്ന ഒരു വെബിനാറോ ഒരു സെമിനാറോ നടത്തിയാൽ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ഈ ഒരു കോമ്പറ്റീഷൻ അപ്രോച്ച് ചെയ്യാൻ എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നു. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ അതിന്റെ ഒരു സങ്കീർണതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു 15 വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആൾറെഡി. അത് ആവശ്യക്കാർക്ക് ഞാൻ പോസ്റ്റ് ചെയ്ത് കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ അവര് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തവരും ഒക്കെ അയക്കട്ടെ, ആ വീഡിയോ അയച്ചു തരട്ടെ. എന്നിട്ട് അത് നമുക്ക് പരിശോധിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് നേരിട്ട് അത് അവർ ചെയ്യുന്നത് കറക്ഷൻസ് കാര്യങ്ങളും നമുക്ക് നേരിട്ട് ചെയ്തു കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഫൈനലിലേക്ക് എടുക്കാം. ഓക്കെ സർ. അതാണ് നമുക്ക് കുറെ കൂടി, കാരണം ഇപ്പൊ അത് ഓടി നടക്കാനുള്ള ആൾക്കാരും ഇല്ല. ഇതിപ്പോ ഈ മീറ്റിംഗിൽ ഈ ഗ്രൂപ്പിൽ 2 ഗ്രൂപ്പിലേക്ക് നിയർലി 600 ആൾക്കാരെ എത്തിക്കാനായിട്ടുള്ള പാട് എനിക്കും അറിയാം, ഇതിന്റെ ഉള്ളിലുള്ളവർക്കും അറിയാം. ഇപ്പൊ എത്ര പേര് ഇതിൽ പങ്കെടുത്തത്? 180 പേരുടെ അടുത്ത്, 1/3 അല്ലെ? അപ്പൊ ഇനി മത്സരത്തിന് എത്ര പേര് നമുക്കറിയില്ല, മത്സരത്തിന് എത്ര പേര് വരും എന്നറിയില്ല. അപ്പൊ നമുക്ക് 100 ആളായാലും 500 ആളായാലും എഫേർട്ട് സെയിം ആണ്, അല്ലെങ്കിൽ 50 ആളായാലും 25 ആളായാലും. അതാണ് ഇവിടെ നമുക്ക് സമയം ഉണ്ടായിട്ടല്ല. പക്ഷെ നോക്കാം, എന്തായാലും നമ്മളൊന്നും ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് ആരും കുറ്റപ്പെടുത്തരുതല്ല, അറ്റ്ലീസ്റ്റ് കേരളത്തിൽ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതിൽ പങ്കെടുത്ത ഇപ്പൊ അവസാനം വന്നപ്പോ 125 ആൾക്കാരുടെ അടുത്താണ്. ഇതില് ഇപ്പൊ നിലവില് ഞങ്ങൾക്ക് ഒരു ധാരണ കിട്ടാൻ, ഇത് കേട്ടിടത്തോളം ഇതിൽ എത്ര പേർക്ക് ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം, ഈ ഇവന്റ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാന്നുള്ള താല്പര്യമുള്ളവരുണ്ട്?
Good afternoon, sir. Bashir sir. Good afternoon, Dilip sir. Good afternoon. Good afternoon. Sir, ഇത് സാറും ബഷീർ സാറും ദിലീപ് സാറൊക്കെ നേതൃത്വം വഹിക്കുന്ന ഈ ഒരു സംഘടനയിലെ ഭാഗമാകാൻ കഴിയുന്ന തന്നെ ഒരു ഭാഗ്യമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഈ ഒരു എനിക്കത് ഈ സെമിനാർ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഈ ഒരു സാറൊക്കെ പറയാൻ പോകുന്ന ആ മത്സരത്തിനെ പറ്റിയൊന്നൊരു വ്യൂ പോയിന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കേട്ടപ്പോ തൊട്ട് എനിക്ക് 100% അതിൽ ഞാൻ വിൻ ചെയ്യണം എന്നുള്ളൊരു മനസ്സിന്റെ ഒരു ദൃഢതയോടെ തന്നെ എനിക്ക് അതില് എന്താ പറയാ പാർട്ടിസിപ്പന്റ് ആവാൻ വേണ്ടി എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. ഞാൻ എന്ത് വന്നാലും അതില് കോമ്പറ്റേറ്റ് ചെയ്തിരിക്കും. അങ്ങനത്തെ ഒരു ആഗ്രഹം. മനസ്സിലാണ് ടെറൻസ് വൈഭവ് നമുക്കറിയാവുന്ന കേട്ടോ, പുറത്തുള്ളൊരു പേരുണ്ടാവും വൈഭവ്. പക്ഷെ ഇതിൽ ഇഞ്ചുറി വരരുത്. കാരണം ഇതിന്റെ ക്യാഷ് പൈസന്റെ അട്രാക്ഷനോ മറ്റുള്ളതോ കണ്ട് നിങ്ങൾ അമിതമായി ചെയ്ത് ഓവർ ട്രെയിനിങ് ആയി അല്ലെങ്കിൽ എന്താ പറയാ റോങ് ആയി ചെയ്തിട്ട് ഇഞ്ചുറി ഒന്നും വരുത്തി തീർക്കരുത്. കാരണം നല്ലൊരു ടൈം വരുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫസ്റ്റ് കിട്ടുന്ന സെക്കൻഡും തേർഡും കിട്ടുന്നത് പോലും ഇല്ലാണ്ടാവുന്ന അവസ്ഥ വരരുത്. കാരണം അതിൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളും പേരും പെരുമയും ഒക്കെ കിട്ടുന്ന ഒരു സംഭവം വളരെ ശാസ്ത്രീയമായി പരിശീലിക്കാം കേട്ടാ, പരിക്കില്ലാണ്ട്. അതിന്റെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് പൊസിഷനും കാര്യങ്ങളും അതൊക്കെ ആ വീഡിയോ അയച്ചുതരാം. എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ അയച്ചുതരാം. അത് മറ്റേ ടെലഗ്രാം ഉണ്ടെങ്കിൽ നന്നായി, എളുപ്പം പെട്ടെന്ന് സെൻഡ് ആവും. ക്വാളിറ്റിയും കോംപ്രമൈസ് ചെയ്യാതെ ടെലഗ്രാമിൽ ടെലഗ്രാം ഡൗൺലോഡ് ചെയ്തിടുക താല്പര്യമുള്ളവരൊക്കെ. We can also do one thing, Basheer sir. Once all the competition entries come in, all those after all the registrations come in for the competition, no? Then you can have a small seminar with only one powerlifting expert to come and show the correct technique. Okay. That also we can do so that we prevent injuries. നിങ്ങളുടെ എൻട്രി തന്നു കഴിഞ്ഞാല്, പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ അതിന്റെ എൻട്രി തന്നു കഴിഞ്ഞാല് ആ പാർട്ടിസിപ്പൻസിനെ വെച്ചിട്ട് നമ്മൾക്ക് ഇതിന്റെ ഡെമോകളെല്ലാം ചെയ്ത് കാണിക്കുന്നു. ഓരോന്നിലും എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് നമുക്ക് ചെയ്ത് കാണിപ്പിക്കാം എന്നുള്ളതാണ് സാറിന്റെ സജഷൻസ്. കാരണം അത് പ്രോപ്പറായിട്ട് എങ്ങനെ ഇഞ്ചറി ഇല്ലാണ്ട് ചെയ്യാം എന്നുള്ളതാണ്. അത് നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാം. ഹലോ. ഹലോ, ഓൺലൈനിൽ ഉണ്ടായിരുന്നോ? സാർ അത് ആരോ സംസാരിച്ചതാണ്, ഞാൻ മ്യൂട്ട് ചെയ്തു. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും പങ്കെടുക്കും? ടെറൻസ് പറഞ്ഞു, പിന്നെ ഞാൻ ആരാ പറഞ്ഞത്? വേറെ നേരത്തെ ഞങ്ങളുടെ അഡ്മിൻ മീറ്റിംഗിൽ 3-4 പേര് പറഞ്ഞിരുന്നു. ഫായിസ്, രഞ്ജു, പിന്നെ അഷിത ആൾറെഡി നോമിനേഷൻ തന്നിട്ടുള്ളതാണ്. പിന്നെ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റില്ലല്ലോ. എന്താണ്? എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റില്ലല്ലോ. എന്തുകൊണ്ട്? ആക്സിഡന്റ് പറ്റുള്ളൂ അല്ലേ? എന്റെ റേഡിയൽ ബോണ്ട് ഹെഡ് ഇംപ്ലാന്റ് ചെയ്തില്ലേ, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ. അപ്പൊ ഇയാള് ഫിസിക്കലി മറ്റുള്ള പിന്തുണ ഒക്കെ തരാം. മീറ്റിങ്ങിന് വരും. നമുക്കൊരു മീറ്റിംഗ് ഉണ്ടാവട്ടെ തൃശ്ശൂരിൽ മിക്കവാറും. ഞാൻ വരാം. സെപ്റ്റംബർ 4 ആ മീറ്റിംഗിൽ അതിലറിയാം എത്ര പേർക്ക് മനസ്സുകൊണ്ട് ഇതിന്റെ ഒപ്പം നിൽക്കാൻ പറ്റും എന്നുള്ളത്. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ട്. അന്ന് തൃശ്ശൂർ മിക്കവാറും സെപ്റ്റംബർ 4-നായിരിക്കും മിക്കവാറും. ഞാൻ അറിയിക്കണ്ട് മീറ്റിംഗ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കേട്ടാ. ഉച്ചയോട് കൂടി ഒരു 2 മണിക്ക് തുടങ്ങാം. ഓക്കെ. അപ്പൊ എത്ര പേരുണ്ട്? ദീപക്, മിൽജിത്ത്. ദീപകിന്റെ പേരെ കാണിക്കുക. മിൽജിത്ത് പറ. ഞാനുണ്ടാവും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ജിമ്മ് നടത്തുന്നവർക്ക് നിങ്ങളുടെ ജിമ്മിലുള്ള ട്രെയിനേഴ്സിനെ ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അതൊരു ഫണ്ണാണ്. അതൊരു നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഫൺ ഫിറ്റ്നസും കൂടിയാണ്. അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അത് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ ശരീരം മാറണം. നിങ്ങൾ നോക്കിക്കുക. സാറേ, ഫായിസാണ്. ഫായിസ് പറ. ഞാൻ 2 ദിവസം മുമ്പ് ഇതിൽ പല ടെസ്റ്റുകളും അവിടെ ഒരു കോമ്പറ്റീഷൻ രീതിയിൽ ചെയ്യിപ്പിച്ചിരുന്നു എന്റെ ജിമ്മില്. പല തരത്തിലുള്ള പിന്നെ ഫ്രീ സ്കോട്ടും അതുപോലെ പാരൽ ബാർ അതുപോലെ ബൈസെപ്സിന് എൻഡ്യൂറൻസ് ആയിട്ട് ഏറ്റവും കൂടുതൽ ബൈസെപ്സിന് ഒരു ചെറിയ വെയിറ്റ് ഉപയോഗിച്ചിട്ട്
ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന പിന്നെ റെപ്സ് ചെയ്യുന്ന ആൾക്കാർ, പുഷപ്പ് അങ്ങനത്തെ കാര്യമുണ്ട്. 3 ദിവസം മുമ്പ് ഇതേമായിട്ട് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എന്നിട്ട് അതിന് ചെറിയ ചെറിയ ട്രോഫികളൊക്കെ കൊടുത്തിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അതിലില്ലാത്ത അന്ന് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഇതും കൂടി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അവരൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു കാരണം ഇയാൾ ഗായോന്റെ ഒരു എന്താ പറയാ പ്രോഡക്റ്റ് ആണല്ലോ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഇവന്റ് എന്നുള്ള നിലയ്ക്ക് കുറച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ നൽകി പിന്തുണയ്ക്ക്. ഇതില് നമ്മളെ ഈ പിന്നെ നമ്മളെ അസോസിയേഷൻ അംഗമാണോ ഇവരൊക്കെ? മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് ഫീസ് എത്രയാണ് വരുന്നത്? മെമ്പർഷിപ്പ് ഫീസ് ഗായോന്റെ മെമ്പർ ആണെങ്കിൽ, ഗായോന്റെ ആളുകളാണെങ്കിൽ, സ്റ്റുഡൻസുകളാണെങ്കിൽ അവർക്ക് 1750 രൂപ മെമ്പർഷിപ്പ്, ആനുവൽ മെമ്പർഷിപ്പ് ഫീ ഇൻക്ലൂഡിങ് ഈ ഇൻഷുറൻസ് കവറേജ് അടക്കം. പിന്നെ കോമ്പറ്റീഷൻ ഫീ 1000 രൂപ. കോമ്പറ്റീഷൻ ഫീ 1000 രൂപ. അതാണ് എന്റെ ഓർമ്മ. സർ ഓൾറെഡി മെമ്പർഷിപ്പ് നമുക്ക് ആപ്സ്കോണിന്റെ മെമ്പർഷിപ്പ് കാർഡ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് ആദ്യത്തെ കൊല്ലം ആണ് നമ്മൾ ഫ്രീ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നത്. അത് ആ സമയം കഴിഞ്ഞു. പിന്നെ അതിൽ പലരും പുതുക്കിയില്ല. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മെമ്പർഷിപ്പ് അവർക്ക് എടുക്കണം. ടോട്ടൽ മെമ്പർഷിപ്പ് തന്നെയാണല്ലേ? അത് തന്നെ എടുക്കണം. കാരണം ഇൻഷുറൻസ് കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ സാർ. റാഫി. പിന്നെ ഇത് മുന്നേ നമ്മൾ ക്ലാസ് നടക്കുന്ന സമയത്ത് ഒരു കോമ്പറ്റീഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇതുപോലെ? അത് ആ ഒരു കോമ്പറ്റീഷൻ തന്നെയാണോ ഇത്? അതെ, ആഫ്സ്കോണിന്റെ പരിപാടി നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയാണ്. അത് നടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് കോവിഡിനെ നീണ്ടു പോയില്ലേ? ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് നീണ്ടത്. ഇപ്പൊ ഒരു സമാധാനം കണ്ടപ്പോഴാണ് നമ്മ മുന്നോട്ട് വന്നത്. ഓക്കെ ഓക്കെ സാർ. ഫുൾ സപ്പോർട്ട് ഖത്തറിലാണെന്ന് വിചാരിച്ചിട്ട്. തീർച്ചയായിട്ടും. ഖത്തറിലാണെന്ന് വിചാരിച്ചിട്ട് വലിയ വാചകം, കോഴ്സിന്റെ ടൈമിൽ വലിയ വാചകമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വാചകം അടിച്ചവർ എത്ര പേര് ഇതിൽ വരുന്നു നമുക്കൊന്നും കാണാനല്ല. ഇത് പുറത്തായ കാരണം ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, വേണ്ട. പുറത്ത് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പിന്തുണയ്ക്കാൻ പറ്റും. സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇതിലിപ്പോ ഫുൾ ടൈം ഉണ്ടായിട്ടുണ്ടല്ലോ സാർ. അപ്പൊ ഇതിലേക്ക് മെമ്പർഷിപ്പ് പ്രോത്സാഹിപ്പിക്കലൊക്കെ ചെയ്യാൻ അവിടെ നിന്നിട്ട്. തീർച്ചയായിട്ടും സാറേ. 100% സപ്പോർട്ട് ഉണ്ട്. ഓക്കെ. താങ്ക് യു ബഷീർ. ബഷീർ സാറേ. പറഞ്ഞു സാറേ. ഇതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. പിന്നെന്താ, പറ്റുമല്ലോ. പറ്റും. ഫിസിക്കൽ ആക്ടിവിറ്റികൾ ആർക്കും പറ്റുമല്ലോ. ഓക്കെ. താങ്ക് യു സാർ. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാറിന് ബുദ്ധിമുട്ടിക്കണ്ട. സാറിന് കുറെ തിരക്കുണ്ട്. ഇനി താല്പര്യമുള്ളവരൊക്കെ വാട്സപ്പ് ചെയ്യാം. ഞാൻ അവരുടെ പേര് നോട്ട് ചെയ്യാം. എന്നിട്ട് വേണ്ട വീഡിയോസ് വേണ്ടവർക്ക് വീഡിയോ ഞാൻ അയച്ചു തരാം. അതുമാതിരി തന്നെ സാറ് കൈൻഡ്ലി അറേഞ്ച് ആൻ entry format. Entry form I'll do tomorrow morning. Okay. I have already told sir our person to do it. Okay. അൻവർ സാദിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ വാട്സാപ്പ് അയക്കണ്ട്. ഓക്കെ. സാറേ റിജാസാണ്. റിജാസ് പറഞ്ഞോ. ഇതിന്റെ മെമ്പർഷിപ്പ് എടുക്കണൊക്കെ എപ്പോഴായിരിക്കും നമുക്ക് അവൈലബിൾ ആയി തുടങ്ങണം? September 1. Sir, membership campaign starting September 1. September 1. See, the reason is this. The reason is I don't want that money to go into my pocket. It has to go to the association bank account. That's all. So that is being done by the September 1. We'll send you the NEFT details. You put the money directly there. Somebody from now we are developing a team for AFSCON PRO. They will send you the receipt and all. Okay. അതിന്റെ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയായിരിക്കും? ഓൺലൈൻ ആയിരിക്കും അല്ലെങ്കിൽ പേയ്മെന്റ് ഒക്കെ ഓൺലൈനിൽ ട്രാൻസ്ഫർ ചെയ്താൽ മതി. സാർ പറഞ്ഞെന്ന് വെച്ചാൽ ആഫ്സ്കോൺ പ്രോന്റെ ഒഫീഷ്യൽ അക്കൗണ്ട് തന്നെ ഇട്ടാൽ മതി. കാരണം ഇത് നാളെ കണക്ക് പറയേണ്ടതാണ്, കണക്ക് അവതരിപ്പിക്കേണ്ടതാണ് എല്ലാവരുടെ മുന്നിലും. അതുകൊണ്ട് 1 രൂപ പോലും പേഴ്സണൽ ആയിട്ട് ഒരു അക്കൗണ്ടിലേക്ക് ഇത് പോകരുത്. അപ്പൊ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള കാലതാമസം മാത്രമേ ഉള്ളൂ. അത് സെപ്റ്റംബർ 1-ാം തീയതിയോടുകൂടി സാർ അത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓപ്പൺ ആയ ഉടനെ അതിലേക്ക് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പോ മെയിൻ ആയിട്ട് നമ്മൾ ട്രെയിനർമാരെ മാത്രമല്ല ഉദ്ദേശിക്കണത്, അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉള്ള ആർക്കെങ്കിലും പങ്കെടുക്കും. അങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാലോ. നമുക്ക് ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ്. പിന്നെന്താ, അതെല്ലാം പറഞ്ഞത്. ഏത് ഇപ്പൊ കബഡി അല്ലെങ്കിൽ മറ്റു ഗെയിംസ്,
സ്പോർട്സ് ആൻഡ് ഗെയിംസിലുള്ള ആർക്കും ഇതിൽ പങ്കെടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു. ആർക്കും പങ്കെടുക്കാം. ഇതില് കോമ്പറ്റീഷനിൽ പങ്കെടുത്തില്ലെങ്കിലും അയാൾ മെമ്പർ ആണെങ്കിൽ അയാൾക്ക് ഇതിലുള്ള എല്ലാ പ്രിവിലേജിനും അർഹനാണ്, ഇൻഷുറൻസ് കവറേജ് അടക്കം. Sir, I think you may leave. Okay, thank you. I will manage the rest of them. Thank you, sir. Thank you. Thank you, sir. എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ പറഞ്ഞു. ഞാൻ റെക്കോർഡൊന്നും ഓഫ് ചെയ്യട്ടെ, കാരണം അല്ലെങ്കിൽ അത് ഒരുപാട്. ഹലോ സർ, നിയാസാണ്. നിയാസ് പറ. ഞാനിപ്പോ ഓൾറെഡി ഇപ്പൊ നമ്മൾ റെപ്സ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഇപ്പോ മെമ്പർഷിപ്പ്